ഹായ് മക്കളെ, നമസ്കാരം. ഫാൽക്കണസ് PSCയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് 20/9/2025 നടന്ന ആയ ഡഫീദാർ അതേപോലെ തന്നെ പ്രസ്മാൻ ഇങ്ങനെ പറയുന്ന LGS ലെവലിൽ നടന്ന ഒരു പരീക്ഷ നടന്നായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാമിൻ്റെ മാത്സ് ആൻഡ് മെന്റലിറ്റിയുടെ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. വളരെ എളുപ്പമായിരുന്നു, എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്നാൽ 1-2 സ്റ്റേറ്റ്മെന്റ് പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, പാടൊന്നുമില്ല. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോലും പാടൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇത് നോക്കുക, എല്ലാ ക്വസ്റ്റ്യൻസും നോക്കുക, ഇതിന്റെ വരുന്ന പാറ്റേൺസ് നോക്കി മനസ്സിലാക്കുക. കാരണം അടുത്തതായിട്ട് നമുക്ക് വരാൻ പോകുന്ന എക്സാം എന്ന് വെച്ചാൽ കമ്പനി ബോർഡ് LGS ഉണ്ട്. കമ്പനി ബോർഡ് LGSന്റെ ഒരു പാറ്റേൺ പിടിച്ചൊക്കെയാണ് ഇത് പോകുന്നത്. ഫുള്ളും ആ പാറ്റേണിലേക്ക് വരുന്നില്ലെങ്കിലും കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ പാറ്റേണിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നിങ്ങൾ നോക്കാം. വളരെ സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ. ഞാൻ പറയില്ല, എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയും അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. GK ടൈറ്റ് ആണെന്ന് പോലും അവിടെ നമുക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയും ഇംഗ്ലീഷും മലയാളത്തിനകത്തൊക്കെ മാർക്ക് സ്കോർ ചെയ്യുന്നവരായിരിക്കും ഏറ്റവും ടോപ്പ് റാങ്കിൽ എത്തുന്നത്. ഏത് പരീക്ഷയുടെയും നിങ്ങൾ നോക്കിയാൽ 90% ക്വസ്റ്റ്യൻ്റെയും 90%, 100 ഞാൻ പറയുന്നില്ല, 90% നടക്കുന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ടൈറ്റ് ആവുന്ന GK പോർഷൻസ് ആണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഒക്കെ കുറവാണ് ടൈറ്റ് ആവുന്നത്. മനസ്സിലായോ? അപ്പൊ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പഠിക്കുന്നവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. GK ടൈറ്റ് ആണെങ്കിൽ പോലും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നമ്മൾ മാത്സും മെന്റൽ എബിലിറ്റിക്കും അതേപോലെ തന്നെ ഇംഗ്ലീഷോ അല്ലെ മലയാളത്തിനോ പ്രാധാന്യം കൊടുത്ത് പഠിക്കണമെന്ന് തന്നെ പറയുന്നത്. GKക്കകത്ത് മാത്രം ഒതുങ്ങി പോരുത്, GKയും വേണം, എല്ലാം വേണം. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം, കഴിഞ്ഞ ദിവസം പരീക്ഷ എഴുതിയവർക്ക് അറിയാം. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ 20 മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. പിന്നെ അതിനകത്തുള്ള 80 മാർക്കിന്റെ GK ആയിരിക്കും ചിലപ്പോൾ പാടായിട്ടുള്ളത്. ഓക്കെ, പക്ഷേ 20 ഇത്രേ ഉള്ളായിരുന്നു, വളരെ സിമ്പിൾ ആയിരുന്നോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. അത്രയ്ക്ക് അതേപോലെ ആയിരിക്കും കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷ വരുമ്പോഴും ക്വസ്റ്റ്യൻസ് അതേപോലെ സിമ്പിൾ ആയിരിക്കും. മാത്സ് വളരെ സിമ്പിൾ ആയിരിക്കും. നിങ്ങൾക്ക് 20 മാർക്കാണെങ്കിൽ 20 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ 20 മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി ഒരു 80നെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ആ 80നകത്ത് നിങ്ങളൊരു 70 മാർക്ക് 75 മാർക്ക് പിടിച്ച് ഒരു 70 മാർക്ക് പിടിച്ചാൽ നിങ്ങൾ 90 മേളിൽ പോകും, നല്ല റേഞ്ചിലെത്തും. അല്ലെങ്കിൽ 75 മാർക്ക് പിടിച്ചാൽ പോലും ഒരു 95 മാർക്കിന്റെ അടുത്ത് നിങ്ങൾക്ക് എത്തും. അങ്ങനെയൊക്കെയുള്ള കാര്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് GK ചോദിക്കുന്നത്. GK ടൈറ്റ് ആവുന്ന അനുസരിച്ച് ചിലപ്പോൾ കട്ട് ഓഫിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ എപ്പോഴും മാത്സിനകത്ത് 20 നമുക്ക് സേഫ് ആയിട്ട് പിടിക്കാൻ പറ്റുന്ന മാർക്കാണ് 20 എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം, കഴിഞ്ഞ ദിവസം പരീക്ഷ എഴുതിയവർക്ക് വളരെ സിമ്പിൾ ആയിരുന്നു. ഓക്കെ, 20 മാർക്ക് അവർ ഉറപ്പിച്ചു വെച്ചു. ബാക്കിയുള്ള GKക്കകത്തായിരിക്കും അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നിന്ന് സമയം കളയുന്നില്ല, നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, 8.5 × 6.3 K ആയാൽ Kയുടെ വില എത്ര? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, 8.5 × 6.3 K ആയാൽ Kയുടെ വില എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ അതൊന്ന് എഴുതാം. 8.5 × 6.3 K ആയാൽ Kയുടെ വില എത്ര? 8.5 × 6.3 K ആയാൽ Kയുടെ വില എത്ര? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 85ഉം 63ഉം തമ്മിൽ ആദ്യം നിങ്ങളും കുടിച്ചേക്കണം. ഒന്നുമില്ല, 85, 63 തമ്മിൽ ആദ്യം കുടിച്ചേക്കാം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് നോക്കിയേ, 85നെ നമുക്ക് എത്ര കൊണ്ട് ഗുണിക്കാം? 63 കൊണ്ട് ഗുണിക്കാം. 3 5 15 ഇഷ്ടം 1, 3 8 24 25, 5 6 30 0 ഇഷ്ടം 3, 6 8 48 3 51. ഓക്കെ ആണല്ലോ? ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 3 5 53 നമുക്ക് കിട്ടുമ്പോൾ കിട്ടുന്ന 53 55 എന്ന് കിട്ടും. 53 5355 എന്ന് കിട്ടും. ഇത്രയും വരെ ഓക്കെ ആണല്ലോ? 5355 എന്ന് കിട്ടും. ഇനി നിങ്ങൾ നോക്കേണ്ടത്, ഇവിടെ പോയിന്റ് എത്ര സ്ഥാനം ഉണ്ട്? 1. ഇവിടെ എത്ര ഉണ്ട്? 2. അപ്പൊ മൊത്തത്തിൽ 2 എണ്ണോ. ഇവിടെ 1, ഇവിടെ 1, മൊത്തത്തിൽ 2 എണ്ണോ ആയല്ലോ. ഓക്കെ, പോയിന്റ് ഇങ്ങോട്ടൊരു സ്ഥാനം, ഇവിടെ 1. അപ്പൊ മൊത്തത്തിൽ 2 സ്ഥാനമാണ് മൊത്തത്തിലുള്ളത്. ആൻസറിനകത്ത് 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്താൽ 1 2 ഇവിടുന്ന് എണ്ണനോ, ഇവിടുന്ന് അങ്ങോട്ടല്ല എണ്ണന്റെ, അവിടുന്ന് ഇങ്ങോട്ടാണ് ഉണ്ട്. 1 2 സ്ഥാനം മാറ്റി പോയിന്റ് എടുക്കുമ്പോൾ കിട്ടി 53.55 എന്നിട്ട് 53.55 K. Kയുടെ വില 53.55 ആണ്. ഓക്കെ, നമ്മുടെ ഓപ്ഷനകത്ത് 53.55 എന്ന് പറയുന്നത് B ഓപ്ഷൻ ആണ് ആൻസർ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചോണം. നമുക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഇവിടെ പോയിന്റ് 1, ഇവിടെ 1. ഉത്തരത്തിൽ അപ്പൊ എത്ര സ്ഥാനം മാറ്റി പോയിന്റ് കാണും? 2 സ്ഥാനം മാറ്റി പോയിന്റ് കാണും. 2 സ്ഥാനം മാറ്റി പോയിന്റ് വരുമ്പോൾ ഇതിനകത്ത് 2 സ്ഥാനം പോയിന്റ് ഉള്ള ഒരേ ഒരു ഓപ്ഷനുള്ള B. അതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അവിടെ വേറൊരു പണി വരാൻ സാധ്യതയുണ്ടോ? അതൊന്ന് ശ്രദ്ധിച്ചോണം. നമുക്കിപ്പോ കിട്ടിയേക്കുന്ന ഇതിന്റെ ഉത്തരം ഇതാ ഇങ്ങനെയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണേ. 53
55 ഒരു പൂജ്യം ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു പൂജ്യം ഉണ്ട് ഇവിടെ ക്വസ്റ്റ്യനകത്ത് ഇല്ല എങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ട്രിക്ക് ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. അവിടെ എന്ത് ചെയ്യണം, 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്തു. 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ എത്ര കിട്ടി? 535.5 പോയിന്റ് കഴിഞ്ഞ് അവസാനം വരുന്ന പൂജ്യങ്ങൾക്ക് വിലയില്ലാത്തത് കൊണ്ട്, പോയിന്റ് കഴിഞ്ഞ് അവസാനം വരുന്ന പൂജ്യത്തിന് വിലയില്ലാത്തതുകൊണ്ട് ആ പൂജ്യം എഴുതത്തില്ല. അപ്പോൾ നിങ്ങൾ പറയും ഉത്തരത്തിൽ 2 സ്ഥാനം മാറ്റി പോയിന്റ് വേണമല്ലോ, ഇവിടെ ഒരു സ്ഥാനം ഉള്ളല്ലോ എന്ന് വെച്ചാൽ ഈ പൂജ്യം എഴുതാതെ അങ്ങനെ ആ ഒരു പോയിന്റ് വേണം അവർ ഒഴിവാക്കും. അപ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ 3ഉം 5, ആദ്യത്തെ സംഖ്യ 3, ഇവിടുത്തെ സംഖ്യ 5 ഇല്ലൂടോ, ഈ 3 ഈ 5 3 5 ഗുണിക്കുമ്പോൾ എത്ര കിട്ടുമോ? 15 എന്നുള്ള ഉത്തരം കിട്ടും. 3 5 ഗുണിക്കുമ്പോൾ 15 കിട്ടും. ഈ 15 എന്ന് പറയുമ്പോൾ അവസാനത്തെ അക്കം 5 വരുന്നത്. അപ്പോൾ 0 വരുന്നെങ്കിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. 0 വരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കേണ്ട ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. എന്താണ്? അവസാനം 0 വരുന്നെങ്കിൽ ഒരു സ്ഥാനം ഒഴിവാകുന്നുണ്ടെങ്കിൽ, എല്ലാ 0 അല്ല വരുന്നെങ്കിൽ 3 5 15, അപ്പോൾ അവസാനത്തൊക്കെ 5 എന്നാണ് വരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്തു പോലും നോക്കിയൊന്നും വേണ്ട. എന്താണ്? 0 അല്ലാത്ത സംഖ്യ വരുന്നെങ്കിൽ 2 സ്ഥാനവും പോയിന്റ് ഉള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്താൽ മതി. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമുള്ള ഒരേ ഒരെണ്ണേ ഉള്ളൂ, ബാക്കി ഇവിടെ 3 സ്ഥാനമാണ്, ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനമാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. ഞാൻ റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വേറെ ഒന്നും ചെയ്യേണ്ട, തമ്മിൽ ഗുണിക്കുക, കിട്ടുന്ന ഉത്തരത്തിനകത്ത് പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം 1 1 2 ഉത്തരത്തിൽ 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. ഇതാണ് കെയുടെ വില. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത് നോക്കിയേ 135,75,90 എന്നീ 3 സംഖ്യകളെയും പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഏത്? ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ. അപ്പൊ ഈ 3 സംഖ്യ ഹരിക്കാൻ പറ്റും. നോക്കട്ടെ, 135,75,90 ഈ 3 സംഖ്യകളെയും പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്നത്, ഈ 3 സംഖ്യകളെയും പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്താ? ഈ 3 സംഖ്യയും പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ അവയുടെ HCF ആയിരിക്കും. അവയുടെ എന്തായിരിക്കണോ? HCF ആയിരിക്കും. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ HCF, ഉസാഗ എന്നൊക്കെ പറയും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഉത്തമ സാധാരണ ഘടകം ഒക്കെ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ വൻ പൊതു ഘടകം എന്നൊക്കെ പറയും. ഇതെല്ലാം HCFന്റെ പല പല മലയാളത്തിൽ ഇംഗ്ലീഷുള്ള പല പല പേരുകളാണ്. ഓക്കെ, അപ്പൊ എത്ര കിട്ടി? 135, 75, 90 ഇവയുടെ HCF ആണ്. അപ്പൊ ഈ 3 സംഖ്യയും പൊതുവായിട്ട് നമ്മളെ സാധാരണ ഹരിക്കുക, അല്ല വേറെ ട്രിക്ക് ഉണ്ട്, പറഞ്ഞുതരാം. 3 എണ്ണത്തെ പൊതുവായിട്ട് ഹരിക്കാൻ പറ്റുന്നത്, 3 എണ്ണത്തെ പൊതുവായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 5 ഉണ്ട്. 5 വെച്ച് ഹരിക്കാം. അപ്പൊ നമുക്ക് ആദ്യം എങ്ങനെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംഖ്യ 5 വെച്ച് ഹരിക്കാൻ പറ്റുമെന്ന് അറിയാൻ അവസാനത്തെ അക്കം 0 5 ആണെങ്കിൽ ആ സംഖ്യ 5 വെച്ച് ഹരിക്കാം. ഒരു സംഖ്യ 5 വെച്ച് ഹരിക്കുക, ഇത് ഏത് സംഖ്യ വെച്ച് ഹരിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്തവർക്കുണ്ട് ഈ പറഞ്ഞിരുന്നത്. ഒരു സംഖ്യ 5 വെച്ച് ഹരിക്കാൻ പറ്റുമെന്ന് അറിയാൻ അവസാനത്തെ അക്കം 0 5 ആണോ നോക്കിയാൽ അവസാനത്തേക്ക് ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 0. അപ്പൊ ഈ സംഖ്യ 5 വെച്ച് ഹരിക്കുക. ഞാൻ 5 വെച്ച് ഹരിച്ചു. 5 വെച്ച് ഹരിച്ചപ്പോൾ കിട്ടി 2 ഈ 5 10, 7 5 35. ഓക്കെ ആണല്ലോ? അടുത്തത് 1 5 5 5 25. ഓക്കെ ആണല്ലോ? 1 5 5 8 5 40. ഇത്ര കിട്ടി നമുക്ക്. 27 15 18 എന്ന് കിട്ടി. ഇനി ഈ 3 സംഖ്യയും പൊതുവായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഉണ്ടോ എന്ന് വെച്ചാൽ 3 വെച്ച് ഹരിക്കാം. 3 വെച്ച് ഹരിക്കുക. ഈ 3 സംഖ്യ നമുക്ക് എത്ര? 27 3 വെച്ച് ഹരിക്കാം. 9 3 27. 15 ഹരിക്കാം. 15 ഹരിക്കാം. എത്രയാണ്? 15 ഹരിക്കുമ്പോൾ I3 ആണ് 15, 6 3 12, മൊത്തത്തിൽ 3 വെച്ച് ഹരിക്കുക. ഇനി 3 വെച്ച് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാണെന്ന് അറിയാൻ മറ്റൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ, അക്കങ്ങൾ കൂട്ടുമ്പോൾ 3 3ന്റെ ഗുണിതമാണെങ്കിൽ 5 2 7, 7 എന്ന് പറഞ്ഞാൽ 7 2 9, 3ന്റെ ഗുണിത 5 1 6, 3ന്റെ ഗുണിത 8 1 9, 3ന്റെ ഗുണിത. ഓക്കെ, 3 വെച്ച് ഹരിക്കാണ്ട് 9 3 27, I3 15, 6 3 18. ഇത്രയും വരെ ചെയ്തു. ഇനി HCF കാണുമ്പോൾ ഒരു കാര്യം അറിയാമല്ലോ, നമുക്ക് എല്ലാ നമ്പറിനെ ഹരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അയാൾ ഹരിക്കത്തുള്ളൂ. ഒരെണ്ണത്തെങ്കിലും ഹരിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അവിടെ കണക്കെടുത്തേക്കണം. തന്നേക്കുന്ന എല്ലാ നമ്പറിനെ ഹരിക്കണം. LCMനകത്താണ് ഒരെണ്ണത്തെ പറ്റത്തില്ലെങ്കിൽ താത്തറക്കുന്ന സെറ്റപ്പ്. HCFനകത്ത് താത്തറപ്പ് ഒരു സെറ്റപ്പേ ഇല്ല, എല്ലാ നമ്പറിനെ ഹരിക്കണം. അപ്പൊ എന്താണ്? ഈ 9 3 എടുത്തു കഴിഞ്ഞാൽ 9നെ 6നെ പറ്റും, 5നെ പറ്റത്തില്ല. ഇവിടെ വെച്ച് കണക്കെടുത്താൽ ഈ സൈഡിൽ വരുന്നത് മാത്രമായിരിക്കും ഇവിടെ HCF. ഇവിടെ HCF എന്ന് വെച്ചാൽ എത്ര? 5 × 3 3 5 15 ആയിരിക്കും ഇവിടെ HCF. അപ്പൊ ഈ തന്നിക്കുന്ന 135നെയും 75നെയും 90നെയും പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 15 ആണ്. ക്ലിയർ ആണല്ലോ? ഇതിന്റെ വിശദമായിട്ട് ക്ലാസ് നമ്മുടെ ആപ്പിനകത്ത് കിടപ്പുണ്ട്. ആപ്പിനകത്ത് HCF ആൻഡ് LCM എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ വിശദമായിട്ട് ഇതിനെ കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൈറ്റിൽ കയറി ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ കോഴ്സിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, യെസ്, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ 15 ആണ്. സി ഓപ്ഷൻ ആണ് 15. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൂട്ട് ഓഫ് 9 + 16 ഈക്വൽ ടു X ആണെങ്കിൽ Xന്റെ വില എത്ര? റൂട്ട് ഓഫ് 9 + 16 ഈക്വൽ ടു X ആയാൽ Xന്റെ വില എത്ര? കാര്യമൊന്നുമില്ല. 9 16 കൂട്ടോ. 9 16 കൂടുമ്പോൾ എത്ര കിട്ടോ? 25 ഉണ്ട്. 25 ഈക്വൽ ടു X. റൂട്ട് ഓഫ് 25 ഈക്വൽ ടു X. 25ന്റെ റൂട്ട് എത്ര? 5. 5 ഈക്വൽ ടു X. Xന്റെ വാല്യൂ എത്ര കിട്ടി? 5 എന്നുള്ള ഉത്തരം കിട്ടി. ആൻസർ ഇവിടെ D ഓപ്ഷൻ ആണ് ആൻസർ എന്ന് പറയുന്നത്. കണ്ടോ?
വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യുന്നത്, വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് പക്ഷെ ഒരു GK അകത്ത് ചിലപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം ഒരുപാട് പേജുകൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, GKയുടെ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് മാത്സ് എന്ന് പറയുന്നത്. വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. അത് പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? യെസ്, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 108 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ ഒരു മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? ഓക്കെ ആണല്ലോ? 108 നോക്കേ, 108 km/h, 108 km/h വേഗതയിൽ, 108 km/h വേഗതയിൽ, ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ ഒരു മിനിറ്റിൽ, ഇതാണ് എന്റെ പോയിന്റ്, ഒരു മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? മനസ്സിലായല്ലോ? ഒരു മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം മീറ്റർ/മിനിറ്റ് ആണ്. ശ്രദ്ധിച്ചോണോ? ഒരു മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എന്താണ്? മീറ്റർ/മിനിറ്റ്. ഈ km/h എന്ന് വെച്ചാൽ എന്താ പറയുക? ഒരവറിൽ സഞ്ചരിക്കുന്ന കിലോമീറ്ററാണ് നമ്മൾ km/h എന്ന് പറയുന്നത്. ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന കിലോമീറ്ററാണ് km/h. അപ്പൊ ഒരു മണിക്കൂറിൽ എത്ര? 108 കിലോമീറ്റർ സഞ്ചരിക്കും. ഒരു മണിക്കൂർ 108 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രയാണ്? ഒരു മിനിറ്റിൽ എങ്ങനെ എത്ര ദൂരം സഞ്ചരിക്കുമെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ 108 കിലോമീറ്റർ? നമുക്ക് പല രീതി ചെയ്യാം. 108 km/h km/h നമ്മൾ എങ്ങോട്ട് മാറ്റണം? മീറ്റർ/മിനിറ്റിലേക്ക് മാറ്റണം. km/h എങ്ങോട്ട് മാറ്റണം? മീറ്റർ/മിനിറ്റിലേക്ക് മാറ്റാം. km/h മീറ്റർ/മിനിറ്റിലേക്ക് മാറ്റാൻ 15/3 കൊണ്ട് ഇൻഡ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? km/h തന്നേക്കുന്ന സംഖ്യയെ മീറ്റർ/മിനിറ്റിലേക്ക് മാറ്റാൻ 15/3 കൊണ്ട് ഇൻഡ് ചെയ്ത് km/h മീറ്റർ/മിനിറ്റ് ആക്കാൻ 15/3. നമുക്ക് നോക്കാം. ഇവിടെ വെട്ട 1 3 3 3 9, ഓക്കെ, 6 3 18, ഓക്കെ ആണല്ലോ? ഓക്കെ, നോക്കിയേ ഇനി നോക്കാം. 5 6 30 0, ശിഷ്ടം 3 3 5 15 3 18, 1800 മീറ്റർ/മിനിറ്റ് എന്നിട്ട് എത്ര ഇട്ടോ? 1800 മീറ്റർ/മിനിറ്റ്. ഈ km/h നമ്മൾ എങ്ങോട്ട് മാറ്റി? മീറ്റർ/മിനിറ്റിലേക്ക് മാറ്റി. എന്ന് വെച്ചാൽ മീറ്റർ/മിനിറ്റ്. അപ്പൊ ഒരു മിനിറ്റിൽ 1800 മീറ്റർ സഞ്ചരിക്കും. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മീറ്റർ/മിനിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മിനിറ്റിൽ എത്ര മീറ്റർ സഞ്ചരിക്കും, അതാണ് മീറ്റർ/മിനിറ്റ്. ഒരു മിനിറ്റിൽ 1800 മീറ്റർ സഞ്ചരിക്കും. അപ്പൊ ഇവിടുത്തെ ആൻസർ വെച്ചാൽ 1800 മീറ്റർ ആണ് ഒരു മിനിറ്റിൽ. ഒരു മിനിറ്റിൽ എത്ര? 1800 മീറ്റർ സഞ്ചരിക്കും. ആൻസർ എ ഓപ്ഷൻ ആണ്, 1800 മീറ്റർ എന്നുള്ള ഉത്തരവായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതി ചെയ്യാം. ഒരു മണിക്കൂറിൽ 108 സഞ്ചരിക്കും. ഒരു മണിക്കൂറിൽ 108 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു വാഹനം, ഓക്കെ, അല്ലെങ്കിൽ ഒരു ട്രെയിൻ ഒരു മണിക്കൂറിൽ 108 സഞ്ചരിച്ചാൽ ഒരു മിനിറ്റിൽ എത്ര സഞ്ചരിക്കും? ഒരു മിനിറ്റിൽ എത്ര സഞ്ചരിക്കും എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഓക്കെ, 108നെ എത്ര വെച്ചാ? ഒരു മണിക്കൂർ എന്ന് വെച്ചാൽ 60 മിനിറ്റാ. 60 കൊണ്ട് ഹരിക്കുക. 60 കൊണ്ട് ഹരിക്കുമ്പോൾ ഇതാണ് ഒരു മിനിറ്റിൽ സഞ്ചരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ്? ഒരു 60 മിനിറ്റിൽ 108 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരു മിനിറ്റ് എത്ര വെച്ചാൽ 108/60. ഇതാണ് ഒരു മിനിറ്റിൽ സഞ്ചരിക്കുന്ന കിലോമീറ്റർ. ഒരു മിനിറ്റ് സഞ്ചരിക്കുന്ന കിലോമീറ്ററാണ്. മനസ്സിലായല്ലോ കാര്യം? എന്താ? 60 മിനിറ്റിൽ എത്ര? 108 കിലോമീറ്റർ സഞ്ചരിക്കുമെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര സഞ്ചരിക്കുക എന്ന് വെച്ചാൽ 108/60. ഇതാണ് ഒരു മിനിറ്റ് സഞ്ചരിക്കുന്ന കിലോമീറ്റർ. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എത്ര മീറ്റർ ആണെന്നാണ് ചോദിക്കുന്നത്. മീറ്റർ. അപ്പോൾ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാ. ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാ. അപ്പൊ കിലോമീറ്റർ മീറ്ററിലേക്ക് മാറ്റാൻ ×1000 കൊടുക്കണം. ×1000. ഈ 0 വെട്ടാം. 0 വെട്ടില്ല. 1 ശിഷ്ടം 4 6 8 48 18 2 0 ഇട്ട് കൊടുത്താൽ എത്ര ഇട്ടോ? 1800 മീറ്റർ എന്നുള്ള ഉത്തരം കിട്ടും. 1800 മീറ്റർ. ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നുകിൽ അതിനെ km/h മീറ്റർ/മിനിറ്റ് ആക്കാൻ 15/3 കൊണ്ട് ചെയ്യുമ്പോൾ ഒരു മിനിറ്റിൽ 1800 മീറ്റർ. ഒരു മിനിറ്റിൽ 1800 മീറ്റർ ആകുമ്പോൾ അപ്പൊ എന്താ സഞ്ചരിക്കുന്ന മീറ്റർ/മിനിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഒരു മിനിറ്റിൽ. ഇനി 2 മിനിറ്റ് ആണെങ്കിലോ 1800 × 2, 3 മിനിറ്റ് ആണെങ്കിൽ 1800 × 3, അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയും. 400 രൂപ വിലയുള്ള ഒരു സാധനത്തിന് 12% ലാഭം കിട്ടണമെങ്കിൽ അത് എത്ര രൂപയ്ക്ക് വിൽക്കണം? സിമ്പിൾ ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? 400 രൂപ വിലയുള്ള ഒരു സാധനത്തിന് 12% ലാഭം കിട്ടണം. അപ്പൊ നിങ്ങൾ രണ്ട് രീതി ചെയ്യാം. ചിലർ 12% കണ്ടുപിടിച്ച് ചെയ്യും. അങ്ങനെയൊക്കെ പല രീതി നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇതിന്റെ വില എന്ന് വെച്ചാൽ 400 രൂപ വിലയുള്ള സാധനം, 400 രൂപ വിലയുള്ള സാധനത്തിന് 12% ലാഭം കിട്ടണം. അപ്പൊ ഏത് സാധനത്തിന്റെയും യഥാർത്ഥ വില എന്ന് പറയുന്നത് 100%. ഏത് സാധനത്തിന്റെ യഥാർത്ഥ വില 100%. അത് 10% ലാഭം കിട്ടുമെന്ന് വെച്ചാൽ 110%, 20% ലാഭം കിട്ടുമെന്ന് വെച്ചാൽ 120%, 30% ലാഭം കിട്ടുമെന്ന് വെച്ചാൽ 130%, 10% നഷ്ടം എന്ന് വെച്ചാൽ 90%, 20%
നഷ്ടം എന്ന് വെച്ചാൽ 80%, 30% നഷ്ടം എന്ന് വെച്ചാൽ 70, അങ്ങനെ വേണം നമുക്ക് എഴുതാൻ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയേ, 400 രൂപ വിലയുള്ള സാധനം എങ്ങനെ വിൽക്കുന്നു? 12% ലാഭം. 10% ലാഭം 110 ആണെങ്കിൽ 12% ലാഭം 112. 10% ലാഭം 110 ആണെങ്കിൽ 12% ലാഭം 112. അപ്പൊ എന്താ, ഈ 400ന്റെ 112% കണ്ടുവെച്ചാൽ 400ന്റെ 112 ഒറ്റയടിക്ക് നമുക്ക് ആൻസർ. ഈ 2 0 ഈ 2 0 വിട്ട ഓക്കെ ആണല്ലോ. 248 1 4 4 1 4 4 എത്ര? 448 രൂപയ്ക്ക് വിൽക്കണം. 448 രൂപയ്ക്കാണ് അത് വിറ്റത്. മനസ്സിലായോ? അപ്പൊ എന്താണ്, നമ്മൾ 400 രൂപ കൊടുത്താണ് അത് വാങ്ങിയിരിക്കുന്നത്. അതാണ് നമ്മളുടെ മുതല്. 400 രൂപ കൊടുത്ത് വാങ്ങി, ആ 400 നമുക്ക് തിരിച്ചു കിട്ടണം. കൂടാതെ ഒരു 12% ലാഭവും കിട്ടണം. 400 എന്ന് പറയുന്ന നമ്മുടെ 100% പ്രൈസ്, അതിലൂടെ 12% ലാഭമാകുമ്പോൾ 412% എന്നുള്ള ഉത്തരം കിട്ടും. ഓക്കെ ആണല്ലോ. നമുക്കിനി എന്ത് ചെയ്യാം, ഇത് ഇങ്ങനെ അല്ലാതെ ചിലർ എങ്ങനെ ചെയ്യും? 400 രൂപ വിലയുള്ള സാധനം എന്ത് ചെയ്യും? 12% ലാഭം. 400ന്റെ 12% കാണും. 400ന്റെ 12% ഈ 2 0 ഈ 2 0 വിട്ടാ 12 × 4 48. 48 രൂപ അയാൾക്ക് അധികം കിട്ടണം. 400 രൂപ വിലയുള്ള സാധനം 48 രൂപ കൂടെ അധികം കിട്ടുമ്പോഴാണ് അയാൾക്ക് എന്ത് കിട്ടുന്നത്? ലാഭം കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 12 × 4 എത്ര? 48 കിട്ടി. 400 രൂപ മുതൽ 48 രൂപ ലാഭം അയാൾ അത് വിൽക്കേണ്ടത് 448 രൂപയ്ക്കാണ്. ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ. ഇതാകുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ അധികം കയറി വരും. ആ കിട്ടുന്ന വില അതിൻ്റെ കൂടെ കൂട്ടുക എന്നുള്ള ഒരു സ്റ്റെപ്പും കൂടെ അധികം വരും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, 2 രീതി ചെയ്താലും യാതൊരുവിധ കുഴപ്പമില്ല. വളരെ സിമ്പിൾ ആണ്. മനസ്സിലായോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, 2ൽ നിന്നും എത്ര കുറച്ചാൽ 0.99 കിട്ടും? 2ൽ നിന്ന് എത്ര കുറച്ചാൽ? 2ൽ നിന്ന് എത്ര കുറച്ചാൽ 0.0 അല്ല, 2ൽ നിന്ന് എത്ര കുറയ്ക്കുമ്പോഴാണ് 0.99 കിട്ടുന്നത്? കാര്യമൊന്നുമില്ല. 15ൽ നിന്ന് ഒറ്റാണ്. 15ൽ നിന്ന് എത്ര കുറച്ചാൽ 15ൽ നിന്ന് എത്ര കുറച്ചാൽ 12 കിട്ടും? 15ൽ നിന്ന് എത്ര കുറച്ചാൽ 12 കിട്ടും? നമുക്ക് നോർമൽ കേസ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാൻ ഉദാഹരണം, 15ൽ നിന്ന് എത്ര കുറച്ചാൽ 12 കിട്ടും? ഓക്കെ ആണല്ലോ. 15ൽ നിന്ന് എത്ര കുറച്ചാൽ 12 കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 15ൽ നിന്ന് 12 കുറച്ച് നോക്കിയാൽ മതി, 3 അല്ലയോ? 15ൽ നിന്ന് എത്ര കുറച്ചാൽ 12 കിട്ടും നമുക്കറിയാം. 15 ഇത് 3 കുറയ്ക്കുമ്പോഴാണ് 12 കിട്ടുന്നുള്ള കാര്യം നമുക്കറിയാം. ആ 3 എങ്ങനെ കിട്ടുമെന്ന് അറിയാൻ ഈ 15ൽ നിന്ന് എന്ത് കുറച്ച് നോക്കിയാൽ മതി? 12 കുറച്ച് നോക്കിയാൽ മതി. അപ്പോഴാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ 5ൽ നിന്ന് എത്ര കുറച്ചാലാണ് 0.09 കിട്ടുന്നതെന്നറിയാൻ, അല്ല 2ൽ നിന്ന് എത്ര കുറച്ചാലാണ് 0.99 കിട്ടുന്നതെന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ഈ 2ൽ നിന്ന് എന്ത് കുറച്ച് നോക്കിയാൽ മതി? 0.99 അങ്ങ് കുറച്ച് നോക്കിയാൽ മതി. 0.99. മനസ്സിലായല്ലോ? അപ്പൊ എന്താ, 2ൽ നിന്ന് 0.99 കുറച്ച് നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഈ ഒറ്റ ലോജിക്ക് 15ൽ നിന്ന് എത്ര കുറച്ചാലാണ് 12 കിട്ടുന്നതെന്നറിയാം. നമുക്കറിയാം 15ൽ നിന്ന് 3 കുറയ്ക്കുമ്പോഴാണ് 12 കിട്ടുന്നത്. അത് എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ 15ൽ നിന്ന് 12 കുറച്ച് നോക്കിയാൽ. അതേ ലോജിക്ക് തന്നെ 2ൽ നിന്ന് എത്ര കുറച്ചാലാണ് 0.99 കിട്ടുന്നതെന്നറിയാൻ 2ൽ നിന്ന് 0.99 കുറച്ച് നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം ഉണ്ടെങ്കിൽ ഇവിടെ 2 0 ഇട്ട് കൊടുക്കുക. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം ഉണ്ടെങ്കിൽ ഇവിടെ 2 0 ഇട്ട് കൊടുക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഒരു കാര്യം നോക്കിയേ, 10ൽ നിന്ന് 9 കുറയ്ക്കുക. 10ൽ നിന്ന് 9 കുറച്ചാൽ 1 കിട്ടും. 10ൽ നിന്ന് 9 കുറച്ചാൽ 1. പിന്നെ ഇവിടെ ബാക്കി എത്ര ഉള്ളത്? 9. 9ൽ നിന്ന് 9 കുറച്ചാൽ 0. ഓക്കെ ആണല്ലോ. ഇവിടെ ഈ 10 എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു 1 കൊണ്ട് നോക്കിയാൽ ഇവിടെ 0 ആണ്. 0ൽ നിന്ന് 9 പോത്തില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് 10 എടുക്കാന്ന് വെച്ചാൽ ഇവിടെ ഇല്ല. ഇപ്പുറത്ത് ഒന്ന് 10 എടുക്കുക. ഈ 10 എടുത്ത് ഇവിടെ 10 ആവും. ഇവിടുന്ന് ഒരു 10 എടുത്ത് ഇവിടെ 10 ആവും. ഈ 10ൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ 1, പിന്നെ ബാക്കി 9. 9ൽ നിന്ന് 9 പോയി കഴിഞ്ഞാൽ 0. ബാക്കി ഇവിടെ 1 ആണ്. 1ൽ നിന്ന് 0 പോയി കഴിഞ്ഞാൽ 1. ഈ പോയിന്റ് നേരെ കൊടുത്തേക്കുക. പോയിന്റ് കഴിഞ്ഞിട്ട് ബാക്കി ഇവിടെ അപ്പുറത്ത് 1 കൊടുത്തോണ്ട് ബാക്കി 1 ഉള്ളു. 1.01. 1.01 ആണ് നമ്മുടെ ആൻസർ. ഡി ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക. 2ൽ നിന്ന് എത്ര കുറച്ചാലാണ് 0.99 കിട്ടുന്ന 2ൽ നിന്ന് 0.99 കുറച്ചൊക്കെ നോക്കി വെച്ചാൽ മതി. ഇത്രയും കാര്യമുള്ള ആൻസർ 1.01 ആണ്. മനസ്സിലായല്ലോ? 1.01 നമ്മുടെ ആൻസർ കിട്ടുന്നത്. അഥവാ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇത് എങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നാൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കിട്ടും. അപ്പൊ നമുക്ക് എന്താ പറയുക, 25ൽ നിന്ന് എത്ര കുറച്ചാലാണ് 20 കിട്ടുന്നതെന്ന് വെച്ചാൽ 25ൽ നിന്ന് എത്ര കുറച്ചാലാണ് 20 കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം. 5 കുറച്ചാലാണ് 20 കിട്ടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെ അങ്ങ് നോക്കി വെച്ചാൽ മതി. 25ൽ നിന്ന് എന്ത് ചെയ്യണം? 25ൽ നിന്ന് എത്ര കുറച്ചാൽ 20 കിട്ടുന്നവരെ 25ൽ നിന്ന് 20 കുറച്ച് നോക്കിയാൽ
അപ്പോൾ എത്ര 5. അങ്ങനെയുള്ള രീതി ലോജിക്ക് ഉപയോഗിച്ചിട്ട് അഥവാ പരീക്ഷയിൽ പോയി കൺഫ്യൂഷൻ വന്നാൽ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, എന്നിട്ട് ഇതങ്ങ് ചെയ്തേക്കുക. ഇത്രയും കാര്യമുള്ളൂ. പിന്നെ അല്ലെങ്കിൽ താണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യും. അതെ എത്ര 2ൽ നിന്ന് എത്ര കുറച്ചാൽ 2ൽ നിന്ന് എക്സ് കുറച്ചാൽ 2ൽ നിന്ന് എക്സ് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 0.99 കിട്ടും. മനസ്സിലായി? 2ൽ നിന്ന് എക്സ് ഏതോ ഒരു സംഖ്യ കുറച്ചാൽ 0.99 കിട്ടും. ഈ മൈനസ് എക്സ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് എക്സ് ആവും. അപ്പൊ 2 ഈ പ്ലസ് 0.99 പറയുമ്പോൾ മൈനസ് 0.99 മൈനസ് 0.99 ഓക്കെ മൈനസ് 0.99 ഈക്വൽ ടു മൈനസ് എക്സ് ഇപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് എക്സ് ആവും. ഓക്കെ ആണല്ലോ? 2.00 ഓക്കെ ആണല്ലോ? ഇങ്ങനെ കൊടുത്തു വെച്ചാൽ മതി. ഇത് കുറയ്ക്കുമ്പോൾ ഇതേ സംഭവം തന്നെയാണ് കിട്ടുന്നത്. യാതൊരുവിധ മാറ്റവും ഇല്ല. നമുക്ക് പല രീതിയിൽ ആൻസർ ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിമ്പിളാ, എല്ലാ ക്വസ്റ്റ്യൻ സിമ്പിളാ. ഞാൻ പറഞ്ഞില്ലേ വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം. ഓക്കെ, ഒരു ടാങ്കിൽ 3/5 ഭാഗം വെള്ളമുണ്ട്. 80 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ ടാങ്ക് നിറയും എങ്കിൽ ടാങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഇത്രയാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഒരു ടാങ്കിൽ കൊള്ളുന്ന വെള്ളം എന്ന് വെച്ചാൽ ഒരു ടാങ്കിൽ 3/5 ലിറ്റർ വെള്ളം ഓൾറെഡി 3/5 ഭാഗം വെള്ളമുണ്ട്. മനസ്സിലായല്ലോ? ഒരു ടാങ്കിൽ മൊത്തത്തിൽ ഉള്ളതിന്റെ 3/5 ഭാഗം വെള്ളമുണ്ട്. ഇനി നമ്മൾ എത്ര ലിറ്ററൂടെ വെള്ളം കൂടെ ഒഴിച്ചാലാണ് അത് എത്ര ആവുന്നത്? 80 ലിറ്റർ വെള്ളം ഒഴിച്ചാൽ അത് നിറയും എങ്കിൽ അതിനകത്ത് ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്കിൽ ടാങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ടാങ്കിൽ കൊള്ളുന്ന ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആണ്, കാര്യമൊന്നുമില്ല. നിങ്ങൾ നോക്കിക്കോണം. ഈ ടാങ്ക് നിറയണമെങ്കിൽ ഇവിടുത്തെ ഛേദം ഡിനോമിനേറ്റർ 5, ഇവിടുത്തെ ഛേദം 3. ഇവിടെ ഛേദം ഒരു 5 ഇവിടെയും വേണം. ഓക്കെ, 5. ഈ 3 എത്ര 2 മേളിലും താഴെ 5 വന്നാൽ മാത്രമേ, മേളിലും താഴെ 5 വരുമ്പോഴാണ് അത് നിറയുന്നത്. 5ൽ 5 എത്തുമ്പോഴാണ് അത് നിറയുന്നത്. 5ൽ 5 എത്തുമ്പോഴാണ് അത് നിറയുന്നത്. മനസ്സിലായോ? 5ന് 5 വെച്ചിരിക്കുമ്പോൾ 1 നിട്ട് 5ൽ 5 എത്തുമ്പോഴേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ, നിറയത്തുള്ളൂ. ഓക്കെ ആണല്ലോ? 5ൽ 3 ഭാഗമുണ്ട്. ഒരു 5ൽ 2 ഭാഗം ഉണ്ടെങ്കിലേ അത് നിറയത്തുള്ളൂ. 5ൽ 2 ഭാഗം ഉണ്ടെങ്കിൽ നമുക്കത് നിറയത്തുള്ളൂ. ഇത്രയും വരെ ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം ആലോചിക്കുക. 5ൽ 3 ഭാഗം വെള്ളമുണ്ട്. ഇനി എത്ര? ഒരു 5ൽ 2 ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര? മേളിലും താഴെ 5. അതെങ്ങനെ കൂട്ടുന്നത്? ഓക്കെ, 5ൽ ഓക്കെ ഉണ്ട്. ഇവിടെ 3+2 ഇവിടുത്തെ രണ്ടിടത്തും ഛേദങ്ങൾ തുല്യമാണ്. പൊതുവായിട്ട് ഛേദമായ 5 എടുത്തുകൊണ്ട് മേളിൽ കിടക്കുന്ന അംശങ്ങൾ തമ്മിൽ കൂട്ടുക. 3 2 കൂടെ കൂടുമ്പോൾ 5. 5ന് 5 വെച്ചായിരിക്കുമ്പോഴാണ് 1 ആവുന്നത്. ഇപ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. എങ്കിൽ ഇത്രയും സ്റ്റെപ്പുകളൊന്നും വേണ്ട. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. പരീക്ഷയിൽ പോയി ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത്രയും കാര്യം ആലോചിക്കുക. നമ്മൾ ഒറ്റ കാര്യം ആലോചിക്കുക. 5ൽ 5 എത്തും. ഇവിടെ താഴെ ഛേദം ഡിനോമിനേറ്റർ 5 ആണെങ്കിൽ മേളിലും 5 എത്തിയാൽ മാത്രമേ അത് നിറയത്തുള്ളൂ. മേളിലും 5 എത്തണം. മേളിലും താഴെ ഒരേ നമ്പർ തന്നെ വരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്തോളാം. അപ്പൊ മേളിലും 5 താഴെ 5. 5ന് 5 വെച്ചിരിക്കുമ്പോൾ 1 കിട്ടും. മേളിലും താഴെ ഒരേ നമ്പർ തന്നെ വന്നാലേ ഇത് ഫില്ലാകത്തുള്ളൂ. ഇത്രയും വരെ ഓക്കെ ആണോ? മേളിലും താഴെ ഒരേ സംഖ്യ തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇനി ഒറ്റ കാര്യം ആലോചിക്കുക. ഓക്കെ, മേളിലും താഴെ ഒരേ നമ്പർ വന്നു. അപ്പൊ നമുക്ക് എത്ര എണ്ണം? ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് ഇങ്ങോട്ട് പോകാം. അതുകൊണ്ട് ഒരു ടാങ്കിൽ 3/5 ഭാഗം വെള്ളമുണ്ട്. അപ്പോൾ 5ൽ എത്ര ഭാഗമുണ്ട്? 3 ഭാഗമുണ്ട്. ഇത് 5 ആവണം. ഈ 3 5 ആവണം. ഈ 3 എന്ന് പറയുന്നത് ഈ 5 ആവണം. താഴത്തെ 5 ആവണം. 3 5 ആവണം. എത്രയോടെ വേണം? 2 ഭാഗോടെ വേണം. അതാണ് ഞാൻ ഈ എഴുതി വെച്ചേക്കുന്നത്. 2 ഭാഗമാണ്. അതാണ് 2/5 ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ വേണം, മൊത്തത്തിൽ വേണ്ട. അപ്പൊ ഇത്രയും കാര്യം ആലോചിക്കുക. ഈ 3 എന്ന് പറയുന്നത് മേളിൽ 5 ആവണമെങ്കിൽ എത്ര ഭാഗം വേണമെന്ന് വെച്ചാൽ 2 ഭാഗം കൂടാണ് വേണ്ടത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എത്ര ആവണം? ഈ 3 എന്ന് പറയുന്നത് ഈ 5 ആവണമെങ്കിൽ 2 ഭാഗം വേണം. ആ 2 ഭാഗം വരും എങ്ങനാ? 80 ലിറ്റർ വെള്ളം ഒഴിക്കാമെങ്കിൽ 80 ലിറ്റർ വെള്ളം കൂടി ഒഴിക്കാമെങ്കിൽ 2 ഭാഗവും. ഓക്കെ ആണല്ലോ? 80 ലിറ്റർ വെള്ളം ഒഴിക്കാമെങ്കിൽ 2 ഭാഗവും. ഓക്കെ ആണല്ലോ? അതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ 2 ഭാഗം എന്ന് പറയുന്നതാണ് 80 ലിറ്റർ. 2 ഭാഗം എന്ന് പറയുന്നതാണ് 80 ലിറ്റർ. കാര്യം എന്താ? 3 എന്ന് പറയുന്നത് 5 ആവണമെങ്കിൽ 2 ഭാഗം വേണം. ആ 2 ഭാഗമാണ് 80 ലിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് കപ്പാസിറ്റി എന്ന് വെച്ചാൽ 5 ഭാഗം. മൊത്തത്തിൽ എത്ര ഭാഗമാണ്? 5 ഭാഗം. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എങ്കിൽ 5 ഭാഗം എത്ര ആണെന്ന് കണ്ടുപിടിച്ചത്. 5 ഭാഗം എത്ര ലിറ്റർ ആണെന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ 2 ഭാഗം എന്ന് പറയുന്നതാണ് 80 ലിറ്റർ. കാര്യം എന്താ? ഈ 3 എന്നുള്ളത് ഒരു 80 ലിറ്റർ വെള്ളം ഒഴിക്കുമ്പോൾ അത് 5 ആയി മാറും. അപ്പൊ ഈ 2 ഭാഗമാണ് 80 ലിറ്റർ എങ്കിൽ 5 ഭാഗം മൊത്തം കപ്പാസിറ്റി ആണ് 5 ഭാഗം. 5 ഭാഗം കപ്പാസിറ്റി ഉണ്ട്. 5 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറയും. ക്രോസ് ചെയ്താൽ ഗുണിച്ച് വെച്ചാൽ മതി. ഓക്കെ, 80 × 5 ബൈ ഈ 2 താഴെ എഴുതുക. ആദ്യം ഇത് തമ്മിൽ ക്രോസ് ചെയ്യുക. 80 5 കൂടെ ക്രോസ് ചെയ്യുക. 2 കൊണ്ട് ഹരിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ എന്തുണ്ടോ? 1 2 2. ഓക്കെ, 42 ആണ് 80.
I4 20 0. ആൻസർ 200 ലിറ്റർ വെള്ളമായിരിക്കും അതിനകത്ത് കൊള്ളുന്നത്. എത്ര ലിറ്റർ വെള്ളം കൊള്ളുമോ? 200 ലിറ്റർ വെള്ളമായിരിക്കും കൊള്ളുന്നത്. ഇത്തരം കാര്യം ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ നോക്കണം, മൊത്തത്തിൽ 5 ഭാഗമാണുള്ളത്, അതിൽ 3 ഭാഗമുണ്ട്. അപ്പോൾ 2 ഭാഗം വന്നാൽ അത് നിറയും. മനസ്സിലായല്ലോ? 2 ഭാഗം നിറയും. ആ 2 ഭാഗം നിറയണമെങ്കിൽ 80 ലിറ്റർ വെള്ളം ഒഴിക്കണം. അപ്പൊ അതിന്റെ അർത്ഥം 2 ഭാഗം 80 ലിറ്റർ. 2 ഭാഗം 80 ലിറ്റർ ആണെങ്കിൽ ഒരു ഭാഗം എത്ര? 40 ലിറ്റർ. അപ്പൊ 5 ഭാഗം കപ്പാസിറ്റി എത്ര? 5 ഭാഗം എത്ര? 200 ലിറ്റർ. ആ ഒരു കോമൺ സെൻസ് ലോജിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്കിനി അടുത്ത ഒരു ക്വസ്റ്റ്യൻസിലേക്ക്. ഇത്രയും കാര്യം, ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക. മൊത്തം 5 ആണ് വേണ്ടത്. അതിൽ എത്ര ഉണ്ട്? 5 ആണ് വേണ്ടത്. അതിൽ 3 ഭാഗം ഉണ്ട്, അത് 2 ഭാഗം കൂടെ വേണം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് 2 ഭാഗം 80 ലിറ്റർ. അപ്പൊ ഇങ്ങനെ നോക്കാം, ഇങ്ങനെ പരീക്ഷയിൽ പോയി വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. മൊത്തത്തിൽ 80 ലിറ്റർ ആണ്. ഇനി 80 ലിറ്റർ ഒഴിച്ചാൽ അത് നിറയും. അപ്പൊ 80 ലിറ്റർ എന്ന് പറഞ്ഞാൽ 2 ഭാഗം. അപ്പൊ 2 ഭാഗം 80 ലിറ്റർ. അപ്പൊ 80/2 എങ്കിൽ 5 ഭാഗം. ടോട്ടൽ എന്ന് വെച്ചാൽ 5 എത്ര? ഇങ്ങനെ ഗുണിച്ചാലും മതി. ഇവിടെ എത്ര ഇട്ടോടോ? എവിടെ കിട്ടുമ്പോൾ 40 കിട്ടും. ആൻസർ 200 ലിറ്റർ എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ഇത്ര ഓക്കെ ആണല്ലോ? 2 ഭാഗം 80. അപ്പോൾ 5 ഭാഗം എത്ര? ഇത്ര ഒരു കോമൺ സെൻസ്. ഓക്കെ, നേരെ ക്വസ്റ്റ്യൻസിലേക്കോ, അടുത്ത ക്വസ്റ്റ്യൻസിലേക്കോ. ഓക്കെ, റൂട്ട് ഓഫ് 1, 2, 2, 5. ഓക്കെ ആണല്ലോ? 1225. 1225 എന്ന് പറയുന്നത് 30 ആയാൽ, റൂട്ട് ഓഫ് 1225 എന്ന് പറഞ്ഞാൽ 30 ആയാൽ, കാര്യമൊന്നുമില്ല, വളരെ എളുപ്പം. നമുക്ക് ഇതിന്റെ ആൻസർ എളുപ്പം ചെയ്യാം. ഓക്കെ, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റൂട്ട് ഓഫ് 0.1225 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. റൂട്ട് ഓഫ് 0.1225 വാല്യൂ എത്ര എന്നാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇത് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ 0 ഇല്ല, പോയിന്റ് ഇല്ല എങ്കിൽ 1225 എന്ന് കിട്ടും. പോയിന്റ് ഇല്ലെങ്കിൽ എത്ര കിട്ടോ? 1225. പോയിന്റ് ഇല്ലെങ്കിൽ 1225 എന്ന് കിട്ടും. ഈ 1225 എന്ന് പറയുന്നതിന്റെ റൂട്ടാണ്. പോയിന്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്താ റൂട്ട്? ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 35 ആണെന്ന് പറയുന്നുണ്ട്. 1225ന്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണെന്ന് പറയുന്നുണ്ട്. 1225ന്റെ റൂട്ട് എന്ന് പറയുന്നത് 35 ആണ്. ഓക്കെ, അപ്പൊ ഈ കിടക്കുന്ന 1200 പോയിന്റ് ഇല്ലെങ്കിൽ ഈ 1225ന്റെ റൂട്ട് എത്ര തന്നെ ആയിരിക്കും? 35 തന്നെ ആയിരിക്കത്തില്ലയോ? 1225ന്റെ റൂട്ട് എന്ന് പറയുന്നത് 35 തന്നെ ആയിരിക്കും. ഇവിടെ പോയിന്റ് ഇല്ല എങ്കിൽ ഇനി നിങ്ങൾ നോക്കണം, ഇത് എന്തോ റൂട്ടാ? എന്തോ റൂട്ടാന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ടാ. സ്ക്വയർ റൂട്ടിനകത്ത് പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ വെളിയിൽ വരുമ്പോൾ ഒരു സ്ഥാനത്തിന് അങ്ങ് പോയിന്റ് കൊടുത്ത് വെച്ചാൽ, റൂട്ടിനകത്ത് പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ വെളിയിൽ വരുമ്പോൾ ഒരു സ്ഥാനത്തിന് പോയിന്റ് കൊടുക്കണം. പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ വെളിയിൽ വരുമ്പോൾ 2 സ്ഥാനത്തിന് പോയിന്റ് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം ഉണ്ടെങ്കിൽ വെളിയിൽ വരുമ്പോൾ 1, 4 ആണെങ്കിൽ 2, 6 ആണെങ്കിൽ 3, 8 ആണെങ്കിൽ 4 എന്ന് വെച്ചാൽ 2-ന് 1 എന്നുള്ള കണക്കെടുക്കണം. 2 ആണെങ്കിൽ വെളിയിൽ വരുമ്പോൾ 1, 4 ആണെങ്കിൽ 2, 6 ആകുമ്പോൾ 3. ഓക്കെ, ഇവിടെ പോയിന്റ് കഴിഞ്ഞാൽ എത്ര സ്ഥാനം ഉണ്ട്? 1, 2, 3, 4. അപ്പൊ 4 ആകുമ്പോൾ വെളിയിൽ വരുമ്പോൾ എത്ര സ്ഥാനത്തിന് പോയിന്റ് കൊടുക്കണം? 2 സ്ഥാനത്തിന് പോയിന്റ് കൊടുക്കണം. ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണണം. 1, 2, 2 പോയിന്റ് 3, 5 എന്നിട്ട് പോയിന്റ് 3, 5. ഇവിടെ പോയിന്റ് ഉണ്ടെന്ന് കാണിക്കാൻ ഫ്രണ്ടിൽ ഒരു 0 കൊടുക്കുക. അവിടെ ആൻസർ 0.35 എന്നുള്ള ആൻസർ കിട്ടും. 0.35 എ ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഓക്കെ, വളരെ സിമ്പിൾ അല്ലയോ? 1225ന്റെ റൂട്ട് 35 ആണ്. അപ്പൊ എത്ര? ഈ 1225ന്റെ റൂട്ട് നിങ്ങൾ 35 അങ്ങ് എടുത്തോ. എന്നിട്ട് പോയിന്റ് സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് പോയിന്റ് കഴിഞ്ഞ റൂട്ടിനുള്ളിൽ 2 സ്ഥാനമാണെങ്കിൽ വെളി വരുമ്പോൾ 1, 4 ആകുമ്പോൾ 2. ഇവിടെ പോയിന്റ് കഴിഞ്ഞാൽ 4 സ്ഥാനം കൊണ്ട് വെളി വരുമ്പോൾ 2 സ്ഥാനം കൊടുക്കണം. ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണാവുള്ളൂ, ഇവിടുന്ന് അങ്ങോട്ടല്ല എണ്ണേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ക്ലിയർ ആണേ? സിമ്പിൾ ആണേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 4 കളിയിൽ നിന്നും നേടിയത് 6, 50, 20, 24 റൺസുകളാണ് എങ്കിൽ അയാളുടെ ശരാശരി റൺസ് എത്രയാണ്? ഓക്കെ ആണല്ലോ? ഓക്കെ, ഒരു ക്രിക്കറ്റ് കളിക്കാരൻ എത്ര? 6, 50, 20, 24. ഓക്കെ ആണല്ലോ? 6, 50, 20, 24 റൺസുകളാണ് അയാൾ നേടിയേക്കുന്നത് എങ്കിൽ അയാളുടെ ശരാശരി റൺസ് എത്രയാണ്? ഓക്കെ, അയാളുടെ ശരാശരി റൺസ് എത്ര? അപ്പൊ നമ്മൾ നോക്കണം. ഒരു കളിയിൽ അയാൾ 6 റൺസ് നേടി, അടുത്ത കളിയിൽ അയാൾ 50 റൺസ് നേടി, അടുത്ത കളിയിൽ അയാൾ 20 റൺസ് നേടി, അടുത്ത കളിയിൽ അയാൾ 24 റൺസ് നേടി. ഓക്കെ, അപ്പൊ 6, 50, 20, 24. അയാളുടെ ശരാശരി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ശരാശരി റൺസ് എന്ന് വെച്ചാൽ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് ശരാശരി. തുകയെ എണ്ണം കൊണ്ട് വെച്ചാൽ അയാൾ മൊത്തത്തിൽ നേടിയ റൺസ് എത്രയാണോ അതെല്ലാം കൂട്ടിയിട്ട് അതിനെ എന്തുകൊണ്ട് ഹരിക്കണം? എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് അയാളുടെ ശരാശരി റൺസ് എന്ന് പറയുന്നത്. അപ്പൊ അയാൾ മൊത്തത്തിൽ നേടിയേക്കുന്നത് 6 റൺസ്, ഒരു 50 റൺസ്, ഒരു 20 റൺസ്, 24 റൺസ് എല്ലാം കൂട്ടി എണ്ണം കൊണ്ട് ഹരിക്കുക. എണ്ണം എന്ന് പറയുന്നത് എത്ര? 1, 2, 3, 4 കളിയിലൂടെ 4 കൊണ്ട് ഹരിക്കുക. അപ്പൊ നോക്കിയേ, 50, 70, 90, 94, 6, 100. ഓക്കെ ആണല്ലോ? 100/4 എന്ന് കിട്ടും. 100/4. 100നെ നിങ്ങൾ 4 വെച്ചിരിക്കുക.
100നെ 4 വെച്ചിരിക്കുമ്പോൾ ഇടോ 25. അയാളുടെ ശരാശരി റൺസ് എന്ന് പറയുന്നത് 25 റൺസ് ആണ്. ഡി ഓപ്ഷൻ ആണ് എന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അയാൾ 4 കളിയിലൂടെ അയാൾ നേടിയേക്കുന്ന റൺസ് ശ്രദ്ധിച്ചോ. 4 കളിയിലൂടെ അയാൾ മൊത്തത്തിൽ നേടിയേക്കുന്ന റൺസ് 6, 50, 20, 24. എല്ലാവരുടെ കൂടുമ്പോൾ 100 റൺസ്. എത്ര കളിയുണ്ടോ? 4 കളിയുള്ളൂ. എണ്ണം കൊണ്ട് ഹരിക്കുക. തുക ബൈ എണ്ണമാണ് ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത്. ആൻസർ 100/4 എന്ന് പറഞ്ഞാൽ 25 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, 2 സംഖ്യകളുടെ ഗുണനഫലം 36ഉം ഉസാഗ 3ഉം ആയാൽ ലസാഗു എത്ര? 2 സംഖ്യകളുടെ ഗുണനഫലം, ഏതോ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 36ഉം അവയുടെ ഉസാഗ 3ഉം ആയാൽ ലസാഗു എത്ര? ഇവിടെ ഉസാഗ 3ഉം ആയാൽ ലസാഗു എത്ര? അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു ഇക്വേഷൻ പോലെ നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി? നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ ഇക്വേഷൻ പോലെ 2 നമ്പർ വരും. ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഈക്വൽ ടു LCM ഇൻറ്റു HCF എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതിന്റെ എളുപ്പത്തിൽ ആൻസർ കിട്ടും. ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഈക്വൽ ടു LCM ഇൻറ്റു HCF. ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും 2 നമ്പറുകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്നതും അവയുടെ LCMഉം HCFഉം തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉത്തരം തന്നെ ആയിരിക്കും. 2 നമ്പറുകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്നതും അവയുടെ LCM HCFഉം തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്നതും ഒരേ ഉത്തരം തന്നെ ആയിരിക്കും. ഓക്കെ, ഞാൻ ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോളാം. ഫസ്റ്റ് നമ്പർ, ഒന്നാമത്തെ നമ്പറും രണ്ടാമത്തെ നമ്പർ, ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറോട് ഗുണിക്കുന്ന, ഓക്കെ, 2 സംഖ്യകൾ ഗുണിക്കുന്നതിന്റെ ഗുണനഫലം 36 എന്ന് പറയുന്നുണ്ട്. അപ്പൊ 2 കൂടെ ഗുണിക്കുമ്പോൾ 36. ഓക്കെ, അവയുടെ LCM എന്ന് പറയുന്നത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലസാഗു ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓൾറെഡി അവർ HCF ഉസാഗ തന്നിട്ടുണ്ട്. HCF എന്ന് പറഞ്ഞ എത്രയാണ്? 3 തന്നിട്ടുണ്ട്. നമുക്ക് LCM അറിയത്തില്ല. HCF 3 തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ 2 സംഖ്യകൾ ഗുണിക്കുന്നത് 36 കിട്ടി. അവിടെ LCM നമുക്ക് അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. HCF 3 കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? LCM ആണ്. അപ്പൊ കണ്ടുപിടിക്കേണ്ട LCMനെ മാത്രം അവിടെ ഒരു സൈഡിൽ നിർത്തണോടോ, ബാക്കിയുള്ള സമത്തിന് ഇപ്പുറം കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരും? ഈ 3 ഇവിടെ എന്ത് ചെയ്തേക്കോ? ഗുണിച്ചേക്കോല്ലയോ? ഇപ്പുറത്ത് വരുമ്പോൾ ഹരിച്ചേച്ചാൽ മതി. 3 ഇപ്പുറത്ത് വരുന്നത് ഗുണിച്ചേക്കുന്ന, ഇപ്പുറത്ത് വരുമ്പോൾ ഹരിച്ചാൽ മതി. അപ്പൊ എത്ര? 36 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു LCM. 36 3 വെച്ചിരിക്കുക 12 ഈക്വൽ ടു LCM. ഇപ്പൊ LCMന്റെ വാല്യൂ എത്ര കിട്ടിയോ? 12 എന്നുള്ള ഉത്തരം കിട്ടി. എത്ര കിട്ടി? 12. ഓക്കെ ആണല്ലോ. ഇത് ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴും അവിടെ LCM HCF തമ്മിൽ ഗുണിക്കുമ്പോഴും ഒരു ഉത്തരം തന്നെ കിട്ടുമെന്നല്ലേ പറഞ്ഞത്? ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ സംഖ്യ, ഒരു സംഖ്യ 10, ഒരു സംഖ്യ 15. 2 സംഖ്യ ഞാൻ എടുക്കുക, 10ഉം 15ഉം. അവയുടെ LCM ഞാൻ കാണുമ്പോൾ സംഖ്യകൾ എത്രയ്ക്കാ? 10ഉം 15ഉം. അവിടെ LCM കാണുമ്പോൾ എത്ര? 5 വെച്ച്. ഈ 5 10, 3 5 15. ഈ 5 10, 3 5 15. ഓക്കെ ആണല്ലോ. LCM എന്ന് വെച്ചാൽ 5, അവിടെ ഈ 5 10, 3 5 15. ഓക്കെ, അപ്പൊ ഇവിടെ LCM എന്ന് പറയുന്നത് 5 ഇൻറ്റു 2 ഇൻറ്റു 3 സമയത്ത് കിട്ടി 30. LCM എന്ന് പറഞ്ഞാൽ 30 കിട്ടി. അവിടെ HCF എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ വരുന്നത് മാത്രമേ എടുക്കത്തുള്ളൂ. ഇവിടെ HCF എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 5 കിട്ടി. HCF എന്ന് പറഞ്ഞാൽ 5 കിട്ടി. അവിടെ LCM HCF എന്ന് ഗുണിച്ചു നോക്കുക. LCM എന്ന് വെച്ചാൽ 30ഉം HCF എന്ന് വെച്ചാൽ 5ഉം. 30 5 കൂടെ ഗുണിക്കുക. ഓക്കെ, 3 5 15. എത്ര കിട്ടി? 150. LCM HCF കൂടെ ഗുണിച്ചപ്പോൾ എത്ര കിട്ടിയോ? 150 കിട്ടി. ഇനി സംഖ്യകൾ ഇറക്കുക. ഒന്നാമത്തെ സംഖ്യ 10ഉം രണ്ടാമത്തെ സംഖ്യ 15 ഇല്ലയോ? തമ്മിൽ ഗുണിക്കുമ്പോൾ എത്ര കിട്ടിയോ? 150 കിട്ടും. മനസ്സിലായോ? ഒന്നാമത്തെ സംഖ്യ 10, രണ്ടാമത്തെ സംഖ്യ 15. തമ്മിൽ ഗുണിച്ചപ്പോഴും 150 കിട്ടി. LCM 30, HCF 5 തമ്മിൽ ഗുണിച്ചപ്പോഴും 150 കിട്ടി. അപ്പൊ LCM HCF തമ്മിൽ ഗുണിക്കുമ്പോഴും സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴും ഒരേ ഉത്തരം തന്നെ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഒന്നാമത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും ഗുണിച്ചപ്പോഴും LCM HCF ഗുണിക്കുമ്പോഴും ഈക്വൽ ആണെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ 2 ഗുണിച്ചപ്പോൾ 36 കിട്ടി. LCM നമുക്ക് അറിയത്തില്ല, HCF അറിയാം 3. അതുകൊണ്ട് ഹരിക്കുമ്പോൾ 12 എന്ന് കിട്ടും. അവയുടെ LCM എന്ന് പറഞ്ഞാൽ 12 ആണ്. ഓക്കെ ആണോ? ക്ലിയർ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിമ്പിളാ. 22, 27, 31, 34, 36 എന്നീ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ഇതിനകത്തങ്ങ് ഒരു സത്യം പറഞ്ഞ സമയം ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. എളുപ്പം ചെയ്ത് മാറ്റാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിനകത്തുള്ള എല്ലാം. നിങ്ങൾക്ക് അത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. പലർക്കും അത് ഇതിനകത്ത് നല്ലൊരു ശതമാനം പേര് മാർക്ക് സ്കോർ ചെയ്തതാണ്, 20 സ്കോർ ചെയ്തതാണോ. പക്ഷേ നിങ്ങൾ എന്താണ്, പലരും ഇത് ചിലർ ചെയ്യാത്തവരുണ്ടായിരിക്കും. ഒട്ടും ചെയ്യാത്തവരെന്ന് വെച്ചാൽ അവർക്ക് തീരെ ഒന്നും അറിഞ്ഞുകൂടാത്തവരാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യണം? ജസ്റ്റ് ബേസ് സെറ്റ് ചെയ്ത് വന്ന് കയറണം. ബേസിനെ കയറി വന്നാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ വളരെ എളുപ്പം. ഇപ്പോൾ വരാൻ പോകുന്ന LGS പിടിക്കണമെന്നുണ്ടെങ്കിൽ, LGS കമ്പനി ബോർഡ് LGS പിടിക്കണമെങ്കിൽ ലോ ലെവലിൽ നിന്ന് ചെയ്ത് തന്നെ കയറണം. ക്വസ്റ്റ്യൻസ് വരുന്നത് ഒരുപാട് ഹൈ ക്വസ്റ്റ്യൻസ് കാണത്തില്ല, ലോ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ കാണുന്നത്. ഒരു 20 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരു 15 എണ്ണവും
മിനിമം നമുക്ക് വെറും ലോ ലെവലിൽ തന്നെ പിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒരു 5 എണ്ണം മാത്രമായിരിക്കും ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ കാണത്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ. ഇപ്പൊ ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. കാര്യമൊന്നുമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിച്ച് വേണം. ക്വസ്റ്റ്യന്റെ പാറ്റേൺ മാറി വരുന്നതനുസരിച്ച് മാത്സിനകത്ത് കുറെ നാളെ തുടങ്ങി, ട്രെൻഡ് തുടങ്ങിയിട്ട് കുറെ നാളെ മാത്സിനകത്ത് സ്റ്റേറ്റ്മെന്റ് വരാൻ തുടങ്ങിയത്. ഇപ്പൊ ഇതിനകത്ത് 2 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ കിടക്കും. സ്റ്റേറ്റ്മെന്റ് ഒരെണ്ണേ ഉള്ളൂ കിടപ്പുള്ളൂ. കാര്യമൊന്നുമില്ല, സിമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. 22, 27, 31, 34, 36 എക്സെട്ര. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ഇത് നോക്കിയേ. 27ഉം 22 നമ്മൾ വ്യത്യാസം എത്ര? ഓക്കെ, 5. ഓക്കെ, 31ഉം 27ഉം നമ്മൾ വ്യത്യാസം എത്ര? 4. ഓക്കെ, ഇവിടെ നോക്കിയേ. 34ഉം 31ഉം നമ്മൾ വ്യത്യാസം എത്ര? 3. 36ഉം 34 നമ്മൾ വ്യത്യാസം എത്ര? 2. ഇതിൻ്റെ കൂടെ 5 കൂടെ കൂട്ടുന്നേ, 22 5 കൂടെ കൂട്ടുമ്പോൾ 27, പിന്നെ 4 കൂടെ കൂടുമ്പോൾ 31, 3 കൂടെ കൂടുമ്പോൾ 37, 2 കൂടെ കൂടുമ്പോൾ 36. അപ്പൊ എത്ര കൂടി? 5 കൂടി 4 കൂടി 3 കൂടി 2 കൂടി. അപ്പൊ സ്വാഭാവികമായി അടുത്ത് എന്തായിരിക്കണം കൂടേണ്ടത്? 1 ആയിരിക്കണം കൂടേണ്ടത്. ഇപ്പൊ 5 കൂടി 4 കൂടി 3 കൂടി 2 കൂടി സ്വാഭാവികമായി 1 ആയിരിക്കണം കൂടേണ്ട. ആ 1ഉം ഈ 36 കൂടെ കൂട്ടും. 1 36 കൂടുമ്പോൾ 37. അപ്പൊ ഇവിടെ വരുന്ന ആൻസർ എത്രയാണ്? 37 എന്ന് പറയുന്ന ആൻസർ ആണ്. സി ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 37 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ ഏതൊക്കെ സംഖ്യകളാണ്? ഇവിടെ 5 കൂടി, പിന്നെ 4 കൂടി 3 കൂടി 2 കൂടി 1 കൂടി. ആ പാറ്റേണിലാണ് ഈ ക്വസ്റ്റ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സിമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ? യെസ്, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഒരു പ്രത്യേക കോഡ് പ്രകാരം ബിജു CJKV. ഓക്കെ, എങ്കിൽ രമ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഒരു പ്രത്യേക കോഡ് പ്രകാരം ബിജു എന്നുള്ളത് CJKV. ഓക്കെ, നമുക്കിത് എങ്ങനെ എഴുതാം? ബി കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ അല്ലേ ഉള്ളൂ? സി. ബി കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ, അപ്പൊ ബി കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ ആണ് സി. ഓക്കെ, ഐ കഴിഞ്ഞ അടുത്ത ലെറ്റർ ആണ് ജെ കഴിഞ്ഞ അടുത്ത ലെറ്റർ ആണ് കെ, യു കഴിഞ്ഞ അടുത്ത ലെറ്റർ ആണ് വി. ഓരോ ലെറ്റർ വീതം കൂട്ടിയാണ് അപ്പുറത്തോട്ട് എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? ബി കഴിഞ്ഞ അടുത്ത ലെറ്റർ സി ആണ്, അടുത്ത ഐ കഴിഞ്ഞ അടുത്ത ലെറ്റർ ജെ ആണ്, ജെ കഴിഞ്ഞ അടുത്ത ലെറ്റർ കെ ആണ്, യു കഴിഞ്ഞ അടുത്ത ലെറ്റർ വി ആണ്. ഓരോ ലെറ്ററും നമ്മൾ കൂട്ടിയാണ് അടുത്തതായിട്ട് എഴുതുന്നത്. അപ്പൊ നമുക്ക് ആറ് കഴിഞ്ഞ അടുത്ത ലെറ്റർ എസ്, ഇ കഴിഞ്ഞാൽ ഇ എഫ്, എം കഴിഞ്ഞ എം എൻ, എ കഴിഞ്ഞാൽ ബി. ഓക്കെ ആണല്ലോ? SFNB ആണ്. എ ഓപ്ഷൻ ആണ് ആൻസർ. SFNB ആണ് ആൻസർ. എ ഓപ്ഷൻ ആണ് ആൻസർ. ഓരോ ലെറ്ററും കൂട്ടി എഴുതുക. ആറ് കഴിഞ്ഞ എസ്, ഇ എഫ്, എം എൻ എ ബി. ഓക്കെ ആണല്ലോ? നമ്മുടെ എ ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ എന്ന് വെച്ചാൽ ഓരോ ലെറ്റർ വീതം കൂട്ടിയാണ് അടുത്ത എഴുതിയേക്കുന്നത്. കാര്യമൊന്നുമില്ല കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്തുള്ള എല്ലാം. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത്. PSC ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള, ഒരുപാട് പ്രാവശ്യം പലതവണ ചോദിച്ചങ്ങ് അടുത്ത ക്വസ്റ്റ്യൻസിൽ പെട്ട ഒന്നാണ്. ഓക്കെ ആണല്ലോ? കൂട്ടത്തിൽ പെടാത്തത് വേറൊന്നുമില്ല, വൃത്തമാണ്. മനസ്സിലായല്ലോ? കൂട്ടത്തിൽ പെടാത്തത് വൃത്തം. നോക്കണം, ത്രികോണത്തിന് വശങ്ങളുണ്ട്. 3 വശങ്ങളാണുള്ളത് ത്രികോണം. ഓക്കെ, നോക്കിയേ. ചതുർഭുജം 4 വശങ്ങളുണ്ട്. പഞ്ചഭുജ 5. ഇത് വശങ്ങളുള്ള ദ്വിമാന രൂപമാണ് ഈ തന്നിരിക്കുന്നത് 3. വൃത്തത്തെ നമുക്ക് വശം എന്ന് പറയാൻ പറ്റത്തില്ല. കർവ്ഡ് ഷേപ്പ് അല്ലേ, വൃത്താകൃതി അല്ലയോ? ഓക്കെ, ബാക്കിയെല്ലാം സൈഡ്സ് നമുക്ക് 1 വശം 2 വശം 3 വശം അങ്ങനെ ഇതിന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം എന്താണ്? സൈഡ്സുകളുള്ളതാണ്. ഇതിന്റെ സൈഡ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇതിന്റെ ഷേപ്പ് എന്ന് വെച്ചാൽ കർവ്ഡ് ഷേപ്പിലാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ? ഓക്കെ, എന്നുവെച്ചാൽ അപ്പൊ ഇതിൽ ഒറ്റയാനേതെന്ന് വെച്ചാൽ വൃത്തമാണുള്ളത്. ഓക്കെ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ അപ്പുവിന്റെ വയസ്സിന്റെ 9 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 3 വർഷം കഴിഞ്ഞപ്പോൾ അത് 5 മടങ്ങാവും എങ്കിൽ ഇപ്പോൾ അമ്മയ്ക്കും അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കണ്ടോ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാ. ഓക്കെ, പക്ഷേ ഇത് ചെയ്ത് വരുന്നത് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വേണം എടുക്കാൻ. വളരെ എളുപ്പമാണ്. ഇതിന്റെ ട്രിക്ക് ഉണ്ട്. അത് പഠിക്കാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മളിതിന്റെ കൂടുതൽ ക്ലാസ് ആപ്പിനകത്ത് കിടപ്പുണ്ട്. നമ്മുടെ ഏജിന്റെ ക്ലാസ് ഒക്കെ ഉണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾ നോക്കി, ഇത് ചെയ്യുന്നതിന്റെ ബേസ് തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അറിഞ്ഞാലേ ഇത് എളുപ്പം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് കിട്ടുന്നവർക്ക് എളുപ്പം, ആരും ഒന്നുമില്ല, സിമ്പിളാ. ഓക്കെ, അത് എങ്ങനെയാ നോക്കാം.
ഇപ്പോൾ അപ്പുവിന്റെ വയസ്സിന്റെ 9 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. ഇപ്പോൾ അപ്പുവിന്റെ വയസ്സിന്റെ 9 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. ഓക്കെ, അപ്പു ഈസ് ടു മദർ. അപ്പു ഈസ് ടു മദർ. നമുക്ക് സിമ്പിൾ ആയിട്ടേ അപ്പു ഈസ് ടു മദർ. അപ്പുവിന് എത്ര ഉണ്ടോ അതിന്റെ 9 മടങ്ങായിരിക്കും അമ്മയ്ക്കുള്ളത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പുവിന്റെ 9 മടങ്ങാണ് അമ്മയ്ക്കുള്ളത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അപ്പുവിന് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം ഓക്കെ, അപ്പു ഈസ് ടു മദർ. ഓക്കെ, എത്ര നമുക്ക് എന്ത് എഴുതാം? 1:9 എന്ന് എഴുതാം. 1:9. അപ്പു ഈസ് ടു മദർ. ഓക്കെ, 1:9. അപ്പുവിന് എത്ര വയസ്സുണ്ടോ അതിന്റെ 9 മടങ്ങ് അമ്മയ്ക്കുണ്ട്. എപ്പോഴാന്ന് വെച്ചാൽ ഇപ്പോൾ. ഇനി എന്താണ് പറയുന്നത്? ഇനി പറഞ്ഞ പിന്നെ 3 വർഷം കഴിയുമ്പോൾ, 3 വർഷം ടൈം ഉണ്ട്, ഒരു ടൈം പീരീഡ് പറയുന്നുണ്ട്, ഒരു 3 വർഷം. 3 വർഷം കഴിയുമ്പോൾ അപ്പുവിന്റെ വയസ്സിന്റെ 5 മടങ്ങാകും അമ്മയുടെ വയസ്സ്. അപ്പുവിന് എത്ര വയസ്സുണ്ടോ അതിന്റെ എത്ര മടങ്ങാ? 5 മടങ്ങ് വയസ്സാണ് അമ്മയ്ക്ക്. എത്ര? 1:5. അപ്പുവിന് എത്ര ഉണ്ടോ അതിന്റെ 5 മടങ്ങ്. ഇപ്പോൾ അപ്പുവിന് എത്ര ഉണ്ടോ അതിന്റെ 9 മടങ്ങ് വയസ്സുണ്ട് അമ്മയ്ക്ക്. 3 വർഷം കഴിയുമ്പോൾ അപ്പുവിന് എത്ര ഉണ്ടോ അതിന്റെ 5 മടങ്ങ് വയസ്സുണ്ട്. ഇത്രയും വരെ ഓക്കെ ആണല്ലോ? ഇത്രയും വരെ നമ്മൾ ഓക്കെ ആണ്. ക്ലിയർ? ഇനി നമ്മൾ നോക്കിയോ, നമുക്ക് ഇവിടെ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 1, 9 ഇവിടെ 1, 5 ആണ്. നമുക്ക് ആദ്യം അപ്പുവിന്റെ വയസ്സ് കണ്ടുപിടിക്കാം. അപ്പുവിന്റെ എപ്പോഴത്തെ വയസ്സാണെന്ന് വെച്ചാൽ ഇപ്പോൾ മേളിൽ എഴുതിയിരിക്കുന്ന കാലഘട്ടം ഏത് കാലഘട്ടം? ഇപ്പോഴത്തെ കാലഘട്ടം. അപ്പൊ ഇപ്പോഴത്തെ വയസ്സാണ് അപ്പുവിന്റെ ഇപ്പോഴത്തെ കാലഘട്ടമാണ് എഴുതിയിരിക്കുന്നത്. മേളിൽ എഴുതിയിരിക്കുന്ന അമ്മയുടെ അപ്പുവിന്റെ ഇപ്പോഴത്തെ കാലഘട്ടം. അവർക്ക് ഇപ്പോൾ എന്നാ പറയണ്ട. അപ്പൊ മേളിൽ ഏത് കാലഘട്ടമാണോ എഴുതുന്നത് ആ കാലഘട്ടത്തിലെ വയസ്സ് ഇതിനകത്ത് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ മേളിൽ എഴുതിയിരിക്കുന്നത് അപ്പുവിന്റെയും അമ്മയുടെയും ഇപ്പോഴത്തെ വയസ്സാണ്. വയസ്സുകളുടെ റേഷ്യോ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അപ്പുവിനെ കണ്ടുപിടിക്കാം. അപ്പുവിന്റെ വയസ്സ് കണ്ടുപിടിക്കുക. എപ്പോഴത്തെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കുക. അപ്പുവിന്റെ പേരിൽ ആദ്യം എഴുതിയിരിക്കുന്നത്. അപ്പൊ ആദ്യം കിടക്കുന്ന റേഷ്യോ അപ്പുവിന്റെ 1. അതങ്ങ് എഴുതണം, 1. അപ്പുവിന്റെ പേരാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. അപ്പൊ ആദ്യം കിടക്കുന്ന 1 എന്ന റേഷ്യോ അപ്പുവിന്റെ ആണ്. 1 ഇൻറ്റു പറയുന്ന കാലഘട്ടം എന്ന് വെച്ചാൽ എത്ര? ഇത് എത്ര? 3. പറയുന്ന കാലഘട്ടം എന്ന് വെച്ചാൽ 3 വർഷം കഴിയുമ്പോൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടം പറയുന്നുണ്ടല്ലോ, ആ 3 എഴുതണം. ഇൻറ്റു ഈ താഴെ എഴുതിയേക്കുന്ന നമ്പർ തമ്മിൽ കുറയ്ക്കണം. താഴെ ഇവിടെ 5 ഇവിടെ 1 ആണ്, തമ്മിൽ കുറയ്ക്കണം. വലുതിൽ നിന്നേ ചെറുത് കുറയ്ക്കുള്ളൂ. വലുത് 5 ആണ്, 5ൽ നിന്ന് ഞാൻ 1 കുറച്ചു. ഇത്രയും വരെ ഓക്കെ ആണല്ലോ? ഓക്കെ, ഇത്രയും വരെ ഓക്കെ. അപ്പൊ ആദ്യം അപ്പുവിന്റെ വയസ്സ് കണ്ടുപിടിക്കണമെങ്കിൽ അപ്പുവിന്റെ വയസ്സായ 1 എഴുതി, റേഷ്യോ ആയി 1 എഴുതി, പറയുന്ന കാലഘട്ടം 3 ആണ്, ആ 3 എഴുതി. എന്നിട്ട് താഴെ എഴുതിക്കുന്ന നമ്പർ തമ്മിൽ അങ്ങ് കുറച്ച്, അല്ലെങ്കിൽ സംഖ്യകൾ തമ്മിൽ താഴെ എഴുതിക്കുന്ന ഏതൊക്കെയാണോ അത് തമ്മിൽ കുറയ്ക്കണം. വലുതിൽ നിന്നേ ചെറുത് കുറയ്ക്കാവുള്ളൂ. ഇത്രയും വരെ ഓക്കെ ആണല്ലോ? ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ടും ക്രോസ് ചെയ്യണം, ഇത് ഇങ്ങോട്ടും ക്രോസ് ചെയ്യണം. ഈ 1 ഗുണം 5 5, 1 ഗുണം 9 9. ഇത് ക്രോസ് ചെയ്ത് ഗുണിക്കുക, ഇതും ക്രോസ് ചെയ്ത് ഗുണിക്കുക. വലുത് ഏതാണോ അതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. അപ്പൊ 1 ഗുണം 9 ആണ് വലുത്, അത് ആദ്യം എഴുതണം. മൈനസ് 1 ഗുണം 5 അത് ചെറുത്, അത് രണ്ടാമത് എഴുതണം. 1 ഗുണം 5 ചെറുതാണ്, 1 ഗുണം 9 വലുത്. അപ്പൊ 1 ഗുണം 9ൽ നിന്ന് 1 ഗുണം 5 കുറയ്ക്കണം. ഓക്കെ ആണല്ലോ? ഇനി ഇതിന്റെ ബാലൻസ് ഞാൻ ഇങ്ങോട്ട് ചെയ്ത് മാറ്റുക. കണ്ട 1 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് കുറച്ചാൽ 4 ഡിവൈഡഡ് ബൈ 9 5 കുറച്ചു. 9 ഇവിടെ 9 മൈനസ് 5. 9 മൈനസ് 5 നമുക്ക് എന്ത് എഴുതാം? 1 ഇൻറ്റു 3 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 9 5 കുറച്ചാൽ 4 കിട്ടി. 4 ഇവിടെ വെട്ടിപ്പോ 3 വയസ്സ് എന്നുള്ള ഉത്തരം കിട്ടും. 3 വയസ്സ്. ഇത് ആരുടെ വയസ്സാന്ന് വെച്ചാൽ അപ്പുവിന്റെ വയസ്സാണ്. എപ്പോഴത്തെ വയസ്സാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വയസ്സ്. അപ്പുവിന്റെ ഇപ്പോഴത്തെ കാലഘട്ടമാണ് മണ്ടയ്ക്ക് എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് എഴുതി. 6 വയസ്സാന്ന് വെച്ചാൽ അപ്പുവിന്റെ വയസ്സാ. എപ്പോഴത്തെ വയസ്സാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വയസ്സാ. ഓക്കെ ആണല്ലോ? ഇനി എന്താ പറയുന്നത്? ഇപ്പോൾ അപ്പുവിന് എത്ര വയസ്സുണ്ടോ അതിന്റെ 9 മടങ്ങ് വയസ്സ് അമ്മയ്ക്കുണ്ട്. അപ്പുവിന് ഇപ്പോൾ എത്ര വയസ്സുണ്ടോ അതിന്റെ 9 മടങ്ങ് വയസ്സ് അമ്മയ്ക്കുണ്ട്. അപ്പൊ മദറിന്റെ വയസ്സ്, മദർ അപ്പുവിന്റെ വയസ്സിന്റെ 9. അപ്പുവിന് 3 വയസ്സല്ലേ ഇവിടോ, അതിന്റെ 9 മടങ്ങ്. 9 3 27 വയസ്സുണ്ട്. അമ്മയ്ക്ക് 27 വയസ്സുണ്ട്. മനസ്സിലായല്ലോ? അപ്പുവിന് 3 വയസ്സുണ്ട്, അമ്മയ്ക്ക് 27 വയസ്സുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പുവിന്റെ അമ്മയുടെ വയസ്സ് എത്ര എന്നല്ല, അവർക്ക് വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. എങ്കിൽ ഇപ്പോൾ അമ്മയ്ക്ക് അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമ്മയ്ക്ക് അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ടെന്ന് പറയുമ്പോൾ 27 എഴുതരുത്. ഇത് അമ്മയുടെ വയസ്സാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അമ്മയ്ക്ക് അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ വയസ്സായ 27 അപ്പുവിന്റെ വയസ്സായ 3 കുറച്ചിട്ട് 24 വയസ്സ്. 24 വയസ്സാണ് കൂടുതലുള്ളത്. എ ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 24 വയസ്സാണ് കൂടുതലുള്ളത്. മനസ്സിലായല്ലോ? ഓക്കെ, അമ്മയ്ക്ക് 27 വയസ്സും മകന് 3 വയസ്സും ആണുള്ളത്. അവരുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 24 ആണ്. ഓക്കെ ആണേ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്കോ. ഓക്കെ, 18 മൈനസ്
4 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 2. 18 മൈനസ് 4 ഇൻറ്റു 8 18 മൈനസ് 4 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇത് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ബോട്ട് മാസ് ആണ്. ബോട്ട് മാസ് പ്രകാരം ആദ്യം ബ്രാക്കറ്റ് ഓപ്പറേഷൻ ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. ബ്രാക്കറ്റിൽ ഒന്നുമില്ല, ഓഫ് ഒന്നുമില്ല, പിന്നെ എന്തുകൊണ്ട്? ഡിവിഷൻ തന്നിട്ടുണ്ട്, ഹരണം തന്നിട്ടുണ്ട്. ഈ ഹരണം നമ്മൾ ആദ്യം ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താ 18 മൈനസ് 4 ഇൻറ്റു 8. 8ന് 4 ചുരുക്കുക. 8ന് 4 ചുരുക്കുമ്പോൾ തിരിട്ടോ, അല്ല 8ന് 2 ചുരുക്കുക. 8ന് 2 ചുരുക്കുക. ഹരണം ചെയ്യുമ്പോൾ 8ന് 2 ചുരുക്കുമ്പോൾ തിരിട്ടി 4 എന്ന് കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് എന്ത് എഴുതി? 18 മൈനസ് 4 ഗുണം 4 എത്ര കിട്ടി? 16. 4 ഗുണം 4 16. 18ൽ നിന്ന് 16 കുറയ്ക്കുക. 18ൽ നിന്ന് 16 കുറയ്ക്കുമ്പോൾ തിരിട്ടിടോ 2 എന്ന് കിട്ടും. ആദ്യം ബോട്ട് മാസ് പ്രകാരം ബ്രാക്കറ്റ് ഒന്നോ ഇല്ല, ഓഫ് ഒന്നും ഇല്ല, പിന്നെ ഡിവിഷൻ നമ്മൾ ആദ്യം ചെയ്തു. 8നെ 2 ചരിച്ചപ്പോൾ 4 കിട്ടി, ഡിവിഷൻ ചെയ്തു. പിന്നെ എന്തുകൊണ്ട്? മൾട്ടിപ്ലിക്കേഷൻ കിടപ്പുണ്ട്, അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. 4 ഗുണം 4 16. പിന്നെ ഓക്കെ, അഡീഷൻ ഇല്ല, പിന്നെ ഉള്ളത് സബ്സ്ട്രാക്ഷൻ ആണ്. അഡീഷൻ ഇല്ല, സബ്സ്ട്രാക്ഷൻ ആണുള്ളത്. 18ൽ നിന്ന് 16 കുറച്ചപ്പോൾ 2 എന്നുള്ള ഉത്തരം കിട്ടി. നമ്മുടെ ഓപ്ഷൻ ബി ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ബി ഓപ്ഷൻ ആണ് ആൻസർ. ഓക്കെ ആണോ? ഓക്കെ, യെസ്. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ ഒറ്റയാനേത്? ഏത് അത്യാവശ്യം നോളജ് ഉള്ളവൻ ഒറ്റയടിക്ക് ഇതിന്റെ ആൻസർ കിട്ടും. കാര്യം എന്താ? മാത്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സംഖ്യകൾ, അടിസ്ഥാന ക്രിയകൾ എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. അതൊക്കെ അത്യാവശ്യം അറിയാവുന്നവർക്ക് പെട്ടെന്ന് ഇതിന്റെ ആൻസർ ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ കിട്ടും. നമ്മൾ നോക്കിയേ, ഈ ഇവിടെ തന്നേക്കുന്നത് 17, 19, 21, 23. അപ്പോൾ ഇതിനകത്തെ ഭാജ്യസംഖ്യയും അഭാജ്യസംഖ്യയും ആ ഒരു ലെവലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഭാജ്യസംഖ്യ എന്ന് വെച്ചാൽ പ്രൈം നമ്പർ, ഭാജ്യസംഖ്യ പ്രൈം നമ്പർ അല്ല. ഭാജ്യസംഖ്യ എന്ന് പറയുന്നത് കോമ്പോസിറ്റ് നമ്പർ, അഭാജ്യസംഖ്യ എന്ന് പറയുന്നത് പ്രൈം നമ്പർ. അഭാജ്യസംഖ്യയാണ് പ്രൈം നമ്പറും, ഭാജ്യസംഖ്യ കോമ്പോസിറ്റ് നമ്പറുമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ അഭാജ്യസംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ ആണോ എന്ന് നോക്കാം. 17 എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്. അതേപോലെ തന്നെ 19 എന്ന് പറയുന്നതും പ്രൈം നമ്പറാണ്, അഭാജ്യസംഖ്യ. 23 എന്ന് പറയുന്നതും പ്രൈം നമ്പർ, അഭാജ്യസംഖ്യ. 21 എന്ന് പറയുന്നത് അഭാജ്യസംഖ്യ അല്ല. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 21 ആണ്. കാര്യം 21നെ 1 വെച്ച് ഹരിക്കാം, 3 വെച്ച് ഹരിക്കാം, 7 വെച്ച് ഹരിക്കാം. 21നെ 1 വെച്ച് ഹരിക്കാം, 7 വെച്ച് ഹരിക്കുമ്പോൾ 7 3 21, 3 വെച്ച് ഹരിക്കുമ്പോൾ 3 7 21. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെ ഹരിക്കാം. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത് 21 ആണ്. ഓക്കെ, ബാക്കിയെല്ലാം അഭാജ്യസംഖ്യ. എന്താണ് അഭാജ്യസംഖ്യ എന്ന് വെച്ചാൽ ഒരു സംഖ്യയെ 1 കൊണ്ടോ ആ നമ്പർ കൊണ്ടോ മാത്രമേ ഹരിക്കാൻ പറ്റത്തുള്ളെങ്കിൽ അത്തരം സംഖ്യകളെ നമ്മൾ വിളിക്കുന്നവരാണ് അഭാജ്യസംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ. ഓക്കെ ആണല്ലോ. യെസ്. അപ്പൊ എന്താണ്? ഈ 17നെ 1 കൊണ്ടും 17 കൊണ്ടും, 19നെ 1 കൊണ്ടും 19 കൊണ്ടും, 21നെ 1 കൊണ്ട് 21 കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ എന്തിനെയാണ്? 21നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലധികം സംഖ്യകൾ കൊണ്ടും പറ്റും, 3 സംഖ്യകൾ കൊണ്ട് പറ്റും. അപ്പൊ ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക, 21 എന്ന് പറയുന്നത് ഭാജ്യസംഖ്യ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ ആണ്. ബാക്കിയെല്ലാം അഭാജ്യസംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ ആണ്. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതെ, ഇവിടെ കാര്യമൊന്നുമില്ല. ഇതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ ചോദിച്ചിരിക്കുന്നത്. അതിനകത്തുനിന്ന് ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോലെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. സിമ്പിളായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 62k എന്ന 3 അക്ക സംഖ്യയെ 3ന്റെ ഗുണിതമായി kയുടെ വിലയായി വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? ഓക്കെയാണ്. അപ്പൊ എന്താണ്? ഇതൊരു 3 അക്ക സംഖ്യ അല്ലെങ്കിൽ 3 ഡിജിറ്റ് നമ്പറാണ് 62k. ഈ 62k എന്ന് പറയുമ്പോൾ ഈ kക്ക് ഏതൊക്കെ വില കൊടുത്താലാണ് എന്താണ് അത് 3ന്റെ ഗുണിതമായ സംഖ്യയാണ് എങ്കിൽ മനസ്സിലായല്ലോ. എത്രയാണ്? 62k എന്നത് 3 അക്ക സംഖ്യ 3ന്റെ ഗുണിതമാണ് എങ്കിൽ, ഇതൊരു 3ന്റെ ഗുണിതമാണ്, 3യുടെ മൾട്ടിപ്പിൾ ആണെന്ന് പറയുന്നുണ്ട്, 3ന്റെ ഗുണിതമാണ് എങ്കിൽ ഈ kക്ക് ഇവിടെ എന്തൊക്കെ വില കൊടുത്താലാണ് കൊടുക്കാൻ കഴിയുമെന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുക. അവർ തന്നിട്ടുണ്ട് 4 ക്വസ്റ്റ്യൻസും 4 ഓപ്ഷൻ ഇത് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ എങ്ങനെയാണ് നോക്കി, ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ, ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ അതിന്റെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ, എന്ന് വെച്ചാൽ ഡിജിറ്റ്സ് എല്ലാം കൂടെ നമ്മുടെ സം എടുക്കുമ്പോൾ അവയെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒന്നെങ്കിൽ 3 ആയിരിക്കണം അല്ലെങ്കിൽ 3ന്റെ ഗുണിതമായിരിക്കണം, 3 ആയിരിക്കണം അല്ലെങ്കിൽ 3ന്റെ ഗുണിതമായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ നമ്പർ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഒരു നമ്പറിന്റെ ഡിജിറ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒന്നെങ്കിൽ 3 ആയിരിക്കണം അല്ലെങ്കിൽ അവയുടെ 3ന്റെ ഗുണിതമായിരിക്കണം. നമുക്ക് നോക്കാം. ഈ k അവിടെ നിൽക്കട്ടെ, ബാക്കി 2 ഡിജിറ്റ് എത്ര കേട്ടോ? 6 ഉണ്ട് 2 ഉണ്ട്. 6 2 കൂട്ടുമ്പോൾ 8 കിട്ടും. ഓക്കെ, 6 2 കൂട്ടുമ്പോൾ 8. ഓക്കെ, 6 + 2 + k എല്ലാം കൂടെ കൂട്ടുക.
6 2 കൂടെ കൂടുമ്പോൾ 8, 8 പ്ലസ് കെ. 6 2 കൂടുമ്പോൾ 8, 8 പ്ലസ് കെ. ഈ കെയ്ക്ക് ഏതൊക്കെ വില കൊടുത്താൽ ഇത് 3ന്റെ ഗുണിതമാവും? കെയ്ക്ക് ഞാൻ 1 എന്നുള്ള വില ഇട്ട് കൊടുക്കാൻ പോകും. ആദ്യം 1 എന്നുള്ള വില കൊടുക്കാൻ പോകും. 1 കൊടുക്കുക. അപ്പൊ നോക്കിയേ, 8 പ്ലസ് 1, 8 പ്ലസ് 1 എത്ര? 9. 9ന്റെ 3ന്റെ ഗുണിതമാണോ? 3 9. ഓക്കെയാണ്. അപ്പൊ അത് ഓക്കെയാണോ? അത് അവിടെ ഓക്കെ ആയി. ഇനി അടുത്ത എത്ര? 8 പ്ലസ് കെ. 8 പ്ലസ് കെ. കെയ്ക്ക് ഞാൻ 4 എന്നുള്ള വില കൊടുക്കാൻ പോകും. കെയ്ക്ക് ഞാൻ 4 എന്നുള്ള വില കൊടുക്കാൻ പോകും. 4 എന്നുള്ള വില കൊടുക്കാൻ പോകും. ഓക്കെ ആണല്ലോ? 4 എന്നുള്ള വില കൊടുക്കുമ്പോൾ റെഡി 8 പ്ലസ് 4. 8 പ്ലസ് 4. 8 4 കൂടുമ്പോൾ റെഡി 12. 12 3ന്റെ ഗുണിതമാണോ? 4 3 12. ഓക്കെ ആണ്. ഓക്കെ, യെസ്. ഇനി അടുത്ത് ഞാൻ നോക്കാം. അപ്പൊ അമ്മയുടെ കൊടുത്താണ്ടേ 8 പ്ലസ് കെ. 8 പ്ലസ് കെ. 8 പ്ലസ് കെ. ഓക്കെ, 8 പ്ലസ് കെയ്ക്ക് ഞാൻ 3 എന്ന വില എടുക്കാൻ പോവാ. 3 എന്ന വില കൊടുത്ത് 8 3 കൂടുമ്പോൾ 11 കിട്ടും. 11 എന്തിന്റെ ഗുണിതമാണോ? 3 9 4 3 12. 11 അല്ല. ഓക്കെ, അപ്പൊ ഇതെടുക്കാൻ പറ്റത്തില്ല. ഇത് പറ്റത്തില്ല. ഇനി അടുത്ത നോക്കാം. 8 പ്ലസ് കെ. 8 പ്ലസ് കെ എന്ന് വെച്ചാൽ 8 6 2 കൂടുമ്പോൾ 8 കിട്ടി. ഇനി കെയുടെ കൂട്ടണം. കെയ്ക്ക് വില കൊടുക്കാം. 8 പ്ലസ് കെയുടെ വില എന്ന് പറയാൻ ഞാൻ 7 കൊടുക്കുക. ഓക്കെ, 8 7 കൂടുമ്പോൾ 15 എന്ന് കിട്ടും. 8 7 കൂടുമ്പോൾ 15. 15 3ന്റെ ഗുണിതമാണോ? 5 I 3 ആണ് 15. 15 എന്ന് വെച്ചാൽ 5ന്റെ ഗുണിതമാണ്, 3ന്റെ ഗുണിതമാണ് I 3 15. ഓക്കെ, അപ്പൊ അതും ഓക്കെയാണ്. അപ്പൊ ഏതൊക്കെ വാല്യൂസ് കൊടുക്കാൻ പറ്റും? 1 കൊടുക്കാൻ പറ്റും, 4 കൊടുക്കാൻ പറ്റും, 7 കൊടുക്കാൻ പറ്റും. 1 4 7 കൊടുക്കുക. ഈ 3 വിലകൾ നമുക്ക് അതിനകത്ത് കൊടുക്കുക. എത്രയൊക്കെ കൊടുക്കുക? 1 കൊടുക്കുക, 4 കൊടുക്കുക, 7 കൊടുക്കുക. ഈ 3 വിലകളാണ് നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇത് വെച്ചോണ്ട് നമുക്ക് നോക്കാം. 1 4 1 കൊടുക്കാം, 4 കൊടുക്കാം, 7 കൊടുക്കാം. ഈ 3 വിലകളാണ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം. 1 4 7 ഏതൊക്കെ ഓപ്ഷനാ? ഒന്നാമത്തെ ഓപ്ഷനും 1 2 4. 1 2 4. ഓക്കെ ആണല്ലോ? 1 2 4 വരുന്ന ഏതൊക്കെയാ? 1 ഉണ്ട്, 2 ഉണ്ട്, 1 2 4. ഡി ഓപ്ഷനാണ് ആൻസർ. കേട്ടല്ലോ? 1 എന്നുള്ള ഒന്നാമത്തെ ഓപ്ഷനും കൊടുക്കാം, അതേപോലെ സംഖ്യ കൊടുക്കാം, രണ്ടാമത്തെയും കൊടുക്കാം, പിന്നെ 4. 1 2 4. 1 2 4 മാത്രമാണ് ശരി എന്നുള്ളത്. നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റത്തില്ല? ഈ 3 എന്നുള്ളത് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയല്ലോ. ഇത് കണ്ടോ? ഞാൻ പറഞ്ഞില്ല, സിമ്പിൾ ആണ്, കാര്യമൊന്നുമില്ല. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ച കാര്യമൊന്നുമില്ല. ഇതെല്ലാടെ കൂട്ടുമ്പോൾ നമുക്ക് 9 കിട്ടണം. ആ 9 കിട്ടുന്നത് എല്ലാടെ കൂടുമ്പോൾ നമുക്ക് 9 കിട്ടണം. ആ 9 കിട്ടാൻ ഇതിൻ്റെ കൂടെ ഏതൊക്കെ സംഖ്യകൾ കൂട്ടുമ്പോഴാണ്? കാര്യം ഇവിടെ 3 മാത്രം കൂട്ടുമ്പോൾ അത് 3ന്റെ ഗുണിതം വരുന്നില്ല. എല്ലാടെ കൂട്ടുമ്പോൾ 9 പറഞ്ഞതല്ല, 3ന്റെ ഗുണിതം പറഞ്ഞു. 3ന്റെ ഗുണിതം വരുന്നത് ഈ 3 കൂട്ടുമ്പോൾ മാത്രം വരുന്നില്ല, ബാക്കി എല്ലാം കൂട്ടുമ്പോഴും 3ന്റെ ഗുണിതം തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊഴിച്ച് ബാക്കിയുള്ള എല്ലാവരും എടുക്കുന്നതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഉണ്ട്. വരിയായി അടുക്കി വെച്ചിരിക്കുന്ന റോസാപ്പൂക്കളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് പൂക്കളുള്ളത്. മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ ആ ചെടി 32ാമത് ഇരിക്കുന്നു. പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ അത് 17ാമത് ഇരിക്കുന്നു. എങ്കിൽ ആ വരിയിൽ ആകെ എത്ര റോസാപ്പൂക്കൾ ഉണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത് വരിയും നിരയിലെ ക്വസ്റ്റ്യനാണ്. നമ്മൾ വരിയും നിരയും ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ലോ. ഒരാൾ മുന്നിൽ നിന്ന് എത്രാമത്, പിന്നിൽ നിന്ന് എത്രാമത്, എങ്കിൽ ആകെ എത്ര പേരുണ്ടെന്ന് ചോദിക്കത്തില്ലയോ? അതേ സെയിം ക്വസ്റ്റ്യൻ ആണ്. വരിയായി അടുക്കി വെച്ചിരിക്കുന്ന റോസാപ്പൂക്കളിൽ, റോസാ ചെടികളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് പൂക്കളുള്ളത്. ഓക്കെ ആണല്ലോ? മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ ആ ചെടി 32ാമതാണ്. മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ ആ ചെടി 32ാമതാണ്. പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ ആ ചെടി 17ാമതാണ്. പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ അത് 17ാമത് ഇരിക്കുന്നത്. എങ്കിൽ ആ വരിയിൽ ആകെ എത്ര റോസാ ചെടികൾ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ 32ാമത്തെ ചെടിയാണ്. പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ 17ാമത്തെ ചെടിയാണ്. ഓക്കെ ആണല്ലോ? മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ 32ാമത്തെ ചെടിയാണ്. പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ 17ാമത്തെ ചെടിയാണ്. ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക. റോസാ പൂ വിരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ചെടിയുള്ളു. അത് 32ാമത്തെ മുന്നിൽ നിന്ന് എണ്ണിയപ്പോൾ 32ാമനുമാണ്, പിന്നിൽ നിന്ന് ഇപ്പോൾ 17ാമനും. പക്ഷെ ഇവിടെ 2 പ്രാവശ്യം നമ്മൾ ആ ചെടി എടുത്തിട്ടുണ്ട്. 32ാമനായിട്ടും എടുത്തിട്ടുണ്ട്, 17ാമനായിട്ടും എടുത്തിട്ടുണ്ട്. ആകെപ്പാട് ഒരു ചെടിയെ അതിനകത്ത് ഉള്ളു, ഒറ്റ ചെടിയുള്ളൂ. അപ്പൊ എന്താണ്? 2 പ്രാവശ്യം ആ ചെടിയെ നമുക്ക് ആവശ്യമില്ല. ഇപ്പൊ എന്താണ്? ഒരു ചെടിയെ നമ്മൾ അങ്ങ് കുറച്ച് മാറ്റിയേക്കണം. 2 ചെടിയുടെ ആവശ്യമില്ല. കാരണം 32ാമത്തായിട്ട് ഓൾറെഡി ആ ചെടിയാണ്. ഇനി 17ാമതും കൂടെ എടുക്കുമ്പോൾ 2 പ്രാവശ്യം റിപ്പീറ്റേഷൻ വരും. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഒന്ന് അങ്ങ് കുറച്ച് വെച്ചാൽ മതി. 2 കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. ഇപ്പൊ ഞാൻ മുന്നിൽ നിന്ന് 32ാമത്, പിന്നിൽ നിന്ന് 17. അപ്പൊ മുന്നിൽ നിന്ന് 32ാമത് നിൽക്കുന്ന വ്യക്തി ആരാ? ഉബൈദ്. പിന്നിൽ നിന്ന് 17ാമത് നിൽക്കുന്ന വ്യക്തി ആരാ? ഉബൈദ്. അവരിൽ ആകെ ഒരു ഉബൈദേ ഉള്ളൂ.
മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, പക്ഷെ ഇവിടെ എത്ര പ്രാവശ്യം കൂട്ടി ഉഭയതിനെ? 2 പ്രാവശ്യം കൂട്ടി. അപ്പോൾ എന്താണ്? ഒരു ഉഭയതിനെ അങ്ങ് കുറച്ച് മാറ്റിയേക്കാം. അതാണ് ഇവിടെ കൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ? 32 17 2 പ്രാവശ്യം വന്നു, അപ്പോൾ ഒരെണ്ണം അങ്ങ് കുറച്ച് മാറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 32 49 -1 സമയത്ത് കിട്ടി 48. ആകെ എത്ര ചെടികളുണ്ടെന്ന് വെച്ചാൽ എത്ര? 48 ചെടികളാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഓക്കെ 49 49 നോക്കുമ്പോൾ 48, മൊത്തത്തിൽ 48 ചെടിയാണ്. കാര്യം എന്താ? 32ാമത് ഇരിക്കുന്ന ചെടിയും 17ാമത് ഇരിക്കുന്ന ചെടിയും ആ വിരിഞ്ഞ ചെടിയാണ്, പൂവുള്ള ചെടിയാണ്. അതിൽ ഒരെണ്ണം അങ്ങ് കുറച്ച് മാറ്റുക, അത്രേ ഉള്ളൂ ഇതിനകത്ത്. അതാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, താഴെ തന്നിരിക്കുന്ന പദങ്ങൾ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. ഓക്കെ, ഈ അർത്ഥവത്തായ രീതിയിൽ പദങ്ങൾ ക്രമീകരിക്കാൻ PSC പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് കാര്യമൊന്നുമില്ല, സിമ്പിൾ ആയിട്ടാണ്. പക്ഷെ നമ്മൾ ഇത് ഒറ്റ വായന ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആൻസർ ഇല്ലായിരിക്കും. അപ്പൊ നമ്മൾ വേറെ രീതിയിലൂടെ മാറ്റിയോടെ ഒക്കെ ചിന്തിക്കേണ്ടി വരും. നമ്മൾ നോർമൽ കേസ് നോക്കിയേ. അടുക്കള, അടുപ്പ്, ഗ്രാമം, വീട്, കലം. അടുക്കള, അടുപ്പ്, ഗ്രാമം, വീട്, കലം. നമ്മൾ ഉദാഹരണം ഒറ്റ കാര്യം നോക്കാം. ഞാൻ നോർമൽ കേസിൽ ചിന്തിക്കുന്നത് ഗ്രാമം. ഓക്കെ, ഗ്രാമം. അപ്പൊ 3 എഴുതി, 3 എഴുതി ഗ്രാമം. ഈ ഗ്രാമത്തിലായിരിക്കുമല്ലോ വീടുള്ളത്, ഗ്രാമത്തിലായിരിക്കും വീടുള്ളത്. അപ്പൊ ഗ്രാമം കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോകും. വീടെന്ന് പറഞ്ഞാൽ 4. ഓക്കെ, 4 എഴുതി, 3 4. വീട്ടിലായിരിക്കുമല്ലോ അടുക്കള ഉള്ളത്, അടുക്കള 1 എടുത്തു. വീട്ടിലായിരിക്കണം അടുക്കള. ഓക്കെ, അടുക്കളയിലായിരിക്കുമല്ലോ എന്തുള്ളത്? അടുപ്പുള്ളത്, അടുപ്പുള്ളത് എത്ര? 2. ഓക്കെ, 2 കൊടുത്തു. ഓക്കെ, യെസ്. ഇനി അടുപ്പിലായിരിക്കുമല്ലോ നമ്മൾ കലം വെക്കുന്നത്, 5. ഓക്കെ, കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഓക്കെ ആണല്ലോ? ആദ്യം ഗ്രാമം, ഗ്രാമത്തിൽ വീട്, വീടിൽ അടുക്കള, അടുക്കളയിൽ അടുപ്പ്, അടുപ്പിൽ കലം വെച്ചു. ഇത്രയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യം വരുന്നത് നമുക്ക് നോക്കിയേ 3 4 1 2 5. ഇതാണ് ഇതിന്റെ രീതി എന്ന് പറയുന്നത്. ഈ രീതി ഓപ്ഷനകത്തുണ്ടോ നോക്കണം. 3 തുടങ്ങുന്ന ഒരെണ്ണം പോലും ഇല്ല. 3 തുടങ്ങുന്ന ഒരെണ്ണം പോലും ഇല്ല. അപ്പൊ ആദ്യം നമുക്ക് 3 വരണം. 3 തുടങ്ങുന്ന ഒരെണ്ണം പോലും ഇല്ല. ഇനി തിരിച്ചു ചിന്തിച്ചേ. കലം ആദ്യം 5. കലം എവിടെ വെക്കുന്നത്? അടുപ്പിലാണ് വെക്കുന്നത്. കലം കഴിഞ്ഞാൽ നേരെ വെക്കുന്നത് അടുപ്പിലാണ്. അടുപ്പ് 2. ഓക്കെ, അടുപ്പ് എവിടെ ഉള്ളത്? വീട്ടിലാണുള്ളത്. വീട് അല്ല, അടുപ്പ് എവിടെ? അടുക്കളയിലാണുള്ളത്. അടുക്കള. ഓക്കെ, 1. ഓക്കെ, അടുക്കള എവിടെ ഉള്ളത്? വീട്ടിലാണുള്ളത്. വീട് 4. ഓക്കെ, വീട് എവിടെ ഉള്ളത്? ഗ്രാമത്തിലാണുള്ളത്. 3. ഓക്കെ ആണല്ലോ? ഇത് തിരിഞ്ഞു വരും. ഈ 5 ഇവിടെ വന്നു, 2 ഇവിടെ വന്നു, 1 ഇവിടെ വന്നു, 4 ഇവിടെ വന്നു. ഓക്കെ, 3 അപ്പുറത്ത് വന്നു, തിരിച്ചു വന്നു. മനസ്സിലായല്ലോ? അപ്പൊ നോക്കിയേ, ഇനി 5ൽ തുടങ്ങുന്ന ആദ്യത്തെ ഓപ്ഷൻസ് 5 തുടങ്ങുന്ന വല്ലതും ഉണ്ടോ? 5 തുടങ്ങുന്ന 2 എണ്ണം ഉണ്ട്. അപ്പൊ ഇതുണ്ട്. ഇനി 5 കഴിഞ്ഞാൽ അടുത്ത എത്ര പറഞ്ഞാൽ 2 പറഞ്ഞാൽ 5 കഴിഞ്ഞ് ഇവിടെ 2, പക്ഷെ ഇവിടെ 1 ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നോക്കിയേ, 5 2 1 4 3. ഓക്കെ, എ ഓപ്ഷനാണ് ആൻസർ. മനസ്സിലായോ? ഇവിടെ എങ്ങനെയാണ്? കലം, അടുപ്പ്, അടുക്കള, വീട്, ഗ്രാമം. അതാണ് അതിന്റെ റേഷ്യോ. സാധാരണ നമ്മൾ നോക്കുന്നത് ഗ്രാമത്തിൽ വീടുണ്ട്, വീട്ടിൽ അടുക്കളയുണ്ട്, അടുക്കളയിൽ അടുപ്പുണ്ട്, അടുപ്പിൽ കലം വെച്ചു. ഓക്കെ, ഇവിടെ കലം അടുപ്പിലാണ് ഇരിക്കുന്നത്, അടുപ്പ് അടുക്കളയിലാണുള്ളത്, അടുക്കള വീട്ടിലാണുള്ളത്, വീട് ഗ്രാമത്തിലാണുള്ളത്. തിരിച്ചാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ആ രീതിയിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം എ ഓപ്ഷൻ ആണ് ഇതിന്റെ ഓപ്ഷൻ പ്രകാരം ആൻസർ. എ ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നിങ്ങളൊരു ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളൊരു ഓർഡർ ചെയ്ത് വെച്ചു. ആ ഓർഡർ ചെയ്യുമ്പോൾ അത് ഓപ്ഷനകത്ത് ഇല്ല എങ്കിൽ നിങ്ങൾ അത് തിരിച്ചു നോക്കണം. തിരിച്ചായിരിക്കും ചിലപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? യെസ്, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഒരാൾ വീട്ടിൽ നിന്നും 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. ഓക്കെ, അതിനുശേഷം 4 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. തുടർന്ന് 6 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്നും ഉള്ള അകലം വീട്ടിൽ നിന്ന് അയാളുടെ സ്ഥാനം എവിടെയാണ്? ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള സ്ഥാനം എത്രയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. കാര്യമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഒറ്റ കാര്യം നോക്കിയേ, എത്രയാണ്? ഒരാൾ വീട്ടിൽ നിന്നും 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. ഓക്കെ, എന്നതിനുശേഷം എന്തുവാ? അതിനുശേഷം അയാൾ 4 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. തുടർന്ന് 6 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അതിൽ നിന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ വീട്ടിൽ നിന്ന് എത്ര അകലെയാണ്? ഏത് അകലെ? ഓക്കെ, ഇവിടെ ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ എപ്പോഴും മുകളിൽ വരുന്ന ഭാഗം വടക്കായിരിക്കും, താഴെ വരുന്നത് തെക്കായിരിക്കും. തെക്ക്.
ഇടതുവശത്ത് കിഴക്ക്, വലതുവശത്ത് പടിഞ്ഞാറ്. ഇങ്ങനെ ആയിരിക്കും. മുകളിൽ വടക്ക്, താഴെ തെക്ക്, വലതുവശത്ത് കിഴക്ക്, ഇടതുവശത്ത് പടിഞ്ഞാറ്. തൽക്കാലം ഞാൻ അതിന് കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക. മുകളിൽ വടക്ക്, താഴെ തെക്ക്, വലതുവശത്ത് കിഴക്ക്, ഇടതുവശത്ത് പടിഞ്ഞാറ്. ഓക്കെ. ഇനി ഒരാൾ വലത്തേക്ക് തിരി, ഇടത്തേക്ക് തിരി എന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ കിടന്ന് കറങ്ങരുത്. ക്ലോക്കിലെ സൂചി തിരിയും. ഒരാളുണ്ട്, ഇതയുടെ മുഖമാണെന്ന് വിചാരിച്ചു. മുഖമാണെങ്കിൽ ഒരാൾ നോക്കിയോ, വടക്കോട്ട് നോക്കിയിരിക്കുന്ന ഒരാൾ വലത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ 90 ഡിഗ്രി ഇങ്ങനെ ക്ലോക്കിലെ സൂചി തിരിയുന്ന പോലെ തിരിയണം. ഞാൻ പറയുന്നവരാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയും. ഓക്കെ ആണല്ലോ. ഇടത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ 90 ഡിഗ്രി ക്ലോക്കിനെതിരെ തിരിയണം. എന്നെ പറയുന്നവരാണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അത് നോക്കിയേ. ഇനി കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന ഒരാൾ വലത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ 90 ഡിഗ്രി ക്ലോക്കിലെ സൂചി ഇരുന്ന് പറയും. ഇടത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ 90 ഡിഗ്രി ക്ലോക്കിലെ സൂചിക്ക് എതിരെ തിരിയണം. ഓക്കെ. ഇനി തെക്കോട്ട് നോക്കിയിരിക്കുന്ന ഒരാൾ വലത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇടത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ ക്ലോക്കിലെ സൂചിക്കെതിരെ 90 ഡിഗ്രി. ഇനിയാണ് പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്ന ഒരാൾ വലത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ 90 ഡിഗ്രി ക്ലോക്കിലെ സൂചി ഇരുന്നവരെ, ഇടത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ 90 ഡിഗ്രി ക്ലോക്കിലെ സൂചിക്കെതിരെ. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ. യെസ്. നമ്മൾ ഇനി നോക്കിയേ. അയാൾ യാത്ര ഉറപ്പെടാൻ പറഞ്ഞാണ്ട് ഈ 4 കൂടിയ കവലയിൽ നിന്ന് വേണം യാത്ര ഉറപ്പെടാം. 4 കൂടിയ കവലയിൽ നിന്ന് യാത്ര ഉറപ്പെടാം. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. ഒരാൾ 8 കിലോമീറ്റർ ആണ് അയാളെ വടക്കോട്ട് നമുക്ക് സഞ്ചരിപ്പിക്കാൻ പോകും. 8 കിലോമീറ്റർ വടക്ക് ഉണ്ട്. ഇതാണ് 8 കിലോമീറ്റർ വടക്ക്. നോർത്ത് ആണ്. ഒരാൾ 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചതിന് ശേഷം അതിനുശേഷം 4 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. കിഴക്ക് ഇതാണ്. ഇവിടേക്ക് നാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതാണ് കിഴക്ക്. ഇവിടേക്ക് നാളെ കിഴക്ക് ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ചു. ഓക്കെ. ഒരു 4 കിലോമീറ്റർ അയാൾ കിഴക്കോട്ട് സഞ്ചരിച്ചു. 4 കിലോമീറ്റർ. അപ്പൊ 8 സഞ്ചരിച്ചു, പിന്നെ 4 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. തുടർന്ന് 6 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. 6 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അപ്പൊ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെ വന്ന് നിൽക്കുക, ഇവിടേക്ക് സംബന്ധിച്ചിടത്തോളം വലത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ ക്ലോക്കിലെ സൂചി തിരിയുന്നത് പോലെ 90 ഡിഗ്രി. ഞാൻ പറയാം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അയാൾ എത്ര സഞ്ചരിച്ചു? 6 കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന് പറഞ്ഞിട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ചു. 6 കിലോമീറ്റർ ക്ലോക്കിലെ സൂചി ഇരുന്നതിലാണ് 6 കിലോമീറ്റർ സഞ്ചരിച്ചു. ചിലർക്ക് എന്ത് അറിയാം, ഇവിടെ എത്തുമ്പോൾ തന്നെ അങ്ങ് 6 ആയിക്കളയും. ചിലർക്ക് ഇവിടെ എത്തുന്നതിന് മുമ്പേ അങ്ങ് 6 ആയിക്കളയും. അവർ കേൾക്കാനാ പറയുന്നത്. ഇവിടെ തൊട്ടുള്ള മൊത്തം അകലെ 8. ഇവിടെ തൊട്ട് ഇവിടെ ഉള്ള മൊത്തം അകലെ 8. പക്ഷെ ഇവിടെ എത്തുമ്പോഴേ 8 ആവത്തുള്ളൂ. അത് 6 എന്ന് വെച്ചാൽ ഇവിടെ വരെ ആവുന്നുള്ളൂ. മൊത്തം 8 ഇവിടെ തൊട്ട് ഇവിടെ വരുമ്പോഴാണ് 8. ഇവിടെ വരുമ്പോൾ അത്രേ ഉള്ളൂ, 6 മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. പിന്നെ അതിനുശേഷം 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അപ്പൊ ഇയാൾ വീണ്ടും പേന കൊണ്ട് വെക്കുക. വീണ്ടും പേന ഇങ്ങനെ കൊണ്ട് വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരാള് വലത്തേക്ക് ഇരാൻ പറഞ്ഞാൽ വീണ്ടും, അപ്പൊ ഇയാൾ ഇങ്ങനെ വന്ന് നിൽക്കുക. ഇവിടെ ഞാൻ വീണ്ടും വലത്തേക്ക് ഇരാൻ പറയാം ക്ലോക്കിലെ സൂചി തിരിയുന്നത് പോലെ ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്കിലെ സൂചി തിരിയുന്നത് പോലെ തിരിയുക. തിരിഞ്ഞിട്ട് അയാൾ എടുത്ത് സഞ്ചരിച്ചു. വീണ്ടും അയാൾ ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ചു. ഓക്കെ. ഇവിടേക്ക് നാളെ താണ്ട് ഇവിടെ തൊട്ടില്ലേ അകലെ 4 ആണെങ്കിൽ അയാൾ ഇപ്പൊ ഇവിടെ വരെ സഞ്ചരിച്ചു. ഇത് എത്ര തന്നെ 4 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇവിടെ ഒരു 4 സഞ്ചരിച്ചു. ഇവിടെ അതേപോലെ ഉണ്ട്, ഇവിടെ സഞ്ചരിച്ചു. ഓക്കെ. ഇത് 4 ആയതുകൊണ്ട് ഇത് എത്ര തന്നെ 4 സഞ്ചരിച്ചു. ഇനി ഇവിടെ ചോദ്യം ചോദിച്ചേക്കുന്നത് ഇതാണ്. ഇപ്പോൾ വീട്ടിൽ നിന്നും അയാളുടെ സ്ഥാനം എവിടെയാണ്? ഇപ്പൊ അയാൾ വീട് ഇതാണ് വീട്. ഇവിടെ നിന്നാണ് അയാൾ യാത്ര ഉറപ്പെട്ടത്. അയാൾ നിൽക്കുന്നത് താണ്ട് ഇവിടെ വന്ന് അയാൾ ഇവിടെ എത്തി. അപ്പൊ അയാൾ വീട്ടിൽ നിന്നുള്ള സ്ഥാനം താണ്ട് ഈ അകലത്തിലാണ് അയാൾ ഇപ്പൊ നിൽക്കുന്നത്. അത് എത്ര അകലം എന്ന് വെച്ചാൽ ഇവിടെ തൊട്ടുള്ള മൊത്തം അകലം 8. ഇവിടെ തൊട്ടുള്ള ഈ മൊത്തം അകലം എന്ന് പറഞ്ഞാൽ 8 ആണ്. ഓക്കെ ആണല്ലോ. ഈ അകലം എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ 8ൽ നിന്ന് 6 പോയാൽ ബാലൻസ് ഉള്ള ഈ അകലം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് മൊത്തം ഞാൻ 8 ആണ്. ഇവിടെ തൊട്ട് ഇവിടെ ഉള്ള മൊത്തം 8 ആണ്. അതിൽ ഇവിടെ 6 ആകുമ്പോൾ ഇവിടെ വരെ 6 ആയിരിക്കും. ബാലൻസ് 2. അപ്പൊ അയാൾ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ അകലെ ഇവിടാണ് അയാൾ നിൽക്കുന്നത്. വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാ? 2 കിലോമീറ്റർ അകലെയാണ് അയാൾ നിൽക്കുന്നത്. എവിടെ നിൽക്കുന്നു വെച്ചാൽ ഇവിടെ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് നോർത്ത് ആണ്. ഇവിടെ ഇങ്ങോട്ട് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് നോർത്ത് ആണ്, വടക്കാണ്. മനസ്സിലായല്ലോ. അപ്പോൾ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ വടക്കാണ്. ഇപ്പൊ വീട്ടിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ മോൻ ദോ നിൽക്കുന്നു. എവിടെ നിൽക്കുന്നു? വടക്ക് നിൽക്കുന്നു. 2 കിലോമീറ്റർ വടക്ക്. 2 കിലോമീറ്റർ എന്നാൽ മീറ്റർ ആണോ? കിലോമീറ്റർ. ഓക്കെ. 2 കിലോമീറ്റർ വടക്ക്. ഓക്കെ നോക്കിയേ, 2 കിലോമീറ്റർ വടക്ക്. ഓക്കെ. ഇതാണ് ആൻസർ. എ ഓപ്ഷൻ ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഇത്ര ഓക്കെ ആണല്ലോ. ഓക്കെ. 2 കിലോമീറ്റർ വടക്കാണ് അയാൾ നിൽക്കുന്നത്. ഓക്കെ. യെസ്, ക്ലിയർ ആവുന്നുണ്ട്. നമുക്ക് ഏകദേശം നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നെന്നാണ് തോന്നുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻസ് എല്ലാം ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ. നോക്കിയേ, എളുപ്പത്തിൽ 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതിനകത്തുള്ള. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും കമ്പനി ബോർഡ് LGSനും ഒക്കെ വരാൻ സാധ്യതയുള്ളത്. ചിലപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് വരും. ചിലതൊക്കെ ഇതേ സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെ കിട്ടണം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിനകത്ത് നമ്മുടെ ക്ലാസ് കിടപ്പുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ. അതിനകത്ത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ എങ്ങനെ ചെയ്യാം, ഫുൾ മാർക്കും സ്കോർ ചെയ്യാനുള്ള എല്ലാ ട്രിക്കുകളും നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.